Hello, good morning. Good morning, ma'am. 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 Yes. എല്ലാവരും റെഡിയായോ? സ്റ്റാർട്ട് ചെയ്താലോ? Yes, okay. So in the last class we have already discussed about the characteristics or qualities of a personal manager. അല്ലെ, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ അവിടെയാണ് നിർത്തിയത്. പേഴ്സണൽ മാനേജർ, അതായത് നമ്മുടെ തൊഴിലാളികളെ, തൊഴിൽ വിഭാഗത്തെ മുഴുവൻ മാനേജ് ചെയ്യേണ്ട പേഴ്സണൽ മാനേജർ, അദ്ദേഹത്തിന് ഉണ്ടായിരിക്കേണ്ട ചില ക്വാളിറ്റീസ് അല്ലെങ്കിൽ ക്യാരക്ടറിസ്റ്റിക്സ്, എന്തൊക്കെ കാര്യങ്ങൾ, പുള്ളി എന്തൊക്കെ കാര്യങ്ങളിൽ ശ്രദ്ധാലുവായിരിക്കണം, അല്ലെങ്കിൽ പുള്ളിയുടേതായ ചില സവിശേഷതകളാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത്. നമ്മൾ വീണ്ടും അത് റിപ്പീറ്റ് ചെയ്തില്ല. കുറച്ച് പോയിന്റ്സ് നിങ്ങളോട് ഒരു 7 പോയിന്റ്സ് നോട്ട് ചെയ്യാനും പറഞ്ഞിട്ടുണ്ടായിരുന്നു, അണ്ടർലൈൻ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ 7 ക്യാരക്ടറിസ്റ്റിക്സ് എങ്കിലും നിങ്ങൾ പഠിച്ചിരിക്കണം, ഇത്രയെങ്കിലും. അതായത് കുറച്ച് ചെറുതും അതുപോലെ തന്നെ കുറച്ച് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ്സ് ആണ് നിങ്ങൾക്ക് ക്യാരക്ടറിസ്റ്റിക്സിൽ ഓർത്തിരിക്കാൻ വേണ്ടി, പഠിച്ചിരിക്കാൻ വേണ്ടി ഞാൻ മാർക്ക് ചെയ്യാൻ പറഞ്ഞത് ആണല്ലോ, അല്ലെ? അവിടെ വരെ ഓക്കെ അല്ലേ? എല്ലാം അവിടെ വരെ വളരെ ശരിയല്ലേ? റിയാക്ട് ചെയ്യൂ. യെസ്. സോ നൗ ലെറ്റ്സ് ലേൺ അബൌട്ട്, അടുത്ത നമ്മൾ പഠിക്കാനുള്ളത് റോൾ ഓഫ് പേഴ്സണൽ മാനേജർ. ഓക്കെ, എന്തൊക്കെയാണ് ഈ പേഴ്സണൽ മാനേജറിന്റെ റോള്, എന്ത് പങ്കാണ് പുള്ളിക്ക് ബിസിനസ് ഓർഗനൈസേഷനിൽ വഹിക്കാനുള്ളത്? സോ ദ റോൾ ഓഫ് എ പേഴ്സണൽ മാനേജർ ഇസ് ക്ലാസിഫൈഡ് ആസ് പേഴ്സണൽ റോൾ, വെൽഫെയർ റോൾ, ക്ലറിക്കൽ റോൾ ആൻഡ് ഫയർ ഫൈറ്റിംഗ് ലീഗൽ റോൾ. അപ്പൊ നമ്മളുടെ ബിസിനസ് ഓർഗനൈസേഷനിലെ പേഴ്സണൽ മാനേജറിന്റെ പ്രധാനപ്പെട്ട റോളുകൾ, എന്തൊക്കെ റോൾ പുള്ളി വഹിക്കാനുണ്ടെന്ന് വെച്ചാൽ, പേഴ്സണൽ, അതായത് ജോലി സംബന്ധമായ, തൊഴിൽ സംബന്ധമായിട്ടുള്ള ചില കാര്യങ്ങളൊക്കെ പുള്ളി ശ്രദ്ധിക്കണം. അതുകൊണ്ടാണ് അതിനെ പേഴ്സണൽ റോൾ എന്ന് പറയാം. പിന്നെ വെൽഫെയർ, ദാറ്റ് മീൻസ് വെൽഫെയർ ഓഫ് ദ എംപ്ലോയീസ്, എംപ്ലോയീസിന്റെ ക്ഷേമം, അതിനെ കുറിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ നോക്കി അന്വേഷണം നടത്താനുണ്ട്. അതുകൊണ്ട് ഒരു വെൽഫെയർ റോളും പുള്ളിക്ക് വഹിക്കാനുണ്ട്. നെക്സ്റ്റ് വൺ ഈസ് ക്ലറിക്കൽ റോൾ, എന്ന് വെച്ചാൽ ക്ലറിക്കൽ സംബന്ധമായിട്ടുള്ള ചില കാര്യങ്ങളൊക്കെ എഴുതി വെക്കാനോ കുറിച്ച് വെക്കാനോ ഒക്കെ ഉണ്ട്. ക്ലർക്കിന്റേതായ കുറച്ച് ഡ്യൂട്ടീസ് പോലെ അങ്ങനെയുള്ള കാര്യങ്ങൾ വഹിക്കുന്നതുകൊണ്ട് ഒരു ക്ലറിക്കൽ റോളും പുള്ളിയുടേതാണ്. And the last one, fire fighting legal role, എന്ന് വെച്ചാൽ നിയമാനുസൃതമായിട്ടുള്ള ചില കാര്യങ്ങളിലേക്ക് ചില സമയത്ത് എംപ്ലോയീസിന്റെ ചില ഇടപെടലുകൾ അല്ലെ, ഇന്റർഫിയറൻസുകൾ, മേ ബി ഇറ്റ് ലീഡ്സ് ടു സം കൈൻഡ് ഓഫ് ഡിസാറ്റിസ്ഫാക്ഷൻ ഓർ ഡിസ്കണ്ടന്റ്മെന്റ്. അതായത് ചില എംപ്ലോയീസിന് ഉണ്ടാകുന്ന തൃപ്തിക്കുറവ്, താല്പര്യക്കുറവ്, അവർക്ക് പല കാര്യങ്ങളിലും ഉണ്ടാകാവുന്ന കംപ്ലൈന്റുകൾ, ഇതിനെയൊക്കെ സോൾവ് ചെയ്യണം. ആ സൊല്യൂഷൻസ് കൊടുക്കുന്നത് കൊണ്ടാണ് ഫയർ ഫൈറ്റിംഗ് എന്ന് പറഞ്ഞാൽ ചൂട് പിടിച്ച ചില കാര്യങ്ങൾക്ക് വേണ്ടി നിയമപരമായിട്ടുള്ള കാര്യങ്ങൾ ചില മനസ്സിലാക്കി അറിഞ്ഞ് അതിന് കോംപ്രമൈസ് ചെയ്യേണ്ട ചില റോളും പുള്ളി വഹിക്കാനുണ്ട്. അതുകൊണ്ട് ഫയർ ഫൈറ്റിംഗ് ലീഗൽ. ഓക്കെ, സോ ലെറ്റ്സ് സീ വാട്ട് ആർ ദ ഈച്ച് റോൾ റെപ്രസെന്റ്. ഓരോ റോളിലും പുള്ളിക്ക് ചെയ്യാനുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ആദ്യത്തേത് പറഞ്ഞത് പേഴ്സണൽ റോൾ ആണ്. സോ പേഴ്സണൽ റോൾ, അണ്ടർ പേഴ്സണൽ റോൾ ഇദ്ദേഹം ചെയ്യേണ്ട കാര്യങ്ങൾ, ഒന്ന് ഒരു അഡ്വൈസറി മാനേജ്മെന്റ് ആയിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. ദാറ്റ് മീൻസ് അഡ്വൈസിങ് ദ മാനേജ്മെന്റ് ഹൗ ടു യൂസ് ദ ഹ്യൂമൻ റിസോഴ്സസ്. അവിടെ ബിസിനസ് ഓർഗനൈസേഷനിലുള്ള ഹ്യൂമൻ റിസോഴ്സുകളെ, മനുഷ്യരെ, അതായത് അവിടുത്തെ എംപ്ലോയീസിനെ എങ്ങനെ ഉപയോഗിക്കാം എന്നുള്ളത് വ്യക്തമാക്കി പല കാര്യങ്ങളിലും ഉപദേശം കൊടുക്കുന്ന ഒരു ആളാണ് നമ്മുടെ പേഴ്സണൽ മാനേജർ. 1 സെക്കൻഡ്.
Okay, about advising management regarding the effective use of human resource. But human resources പരമാവധി ഉപയോഗിക്കാം. എംപ്ലോയീസ് എന്താ പറയാ, അവർ ചെയ്യുന്ന ജോലിയൊക്കെ നോക്കി മനസ്സിലാക്കി അവർക്ക് ഏതെങ്കിലും തരത്തിൽ അവർ ജോലി ചെയ്യുന്നതിന്റെ ഇടയ്ക്ക് അവർക്ക് വെറുതെ കുറെ ഫ്രീ ആയിട്ട് ഇരിക്കുന്നുണ്ട്. അപ്പൊ അവരെ എങ്ങനെ ആ സമയം എങ്ങനെ ഉപയുക്തമാക്കാം, അല്ലെ, അവരെ എങ്ങനെ യൂട്ടിലൈസ് ചെയ്യാം, വെറുതെ ഇരിക്കുന്ന ഐഡിൽ ടൈം ഒക്കെ മാക്സിമം ഹൗ ടു യൂസ്. ആ എംപ്ലോയീസിനെ സംബന്ധിച്ച അത്തരം സമയങ്ങളൊക്കെ നമുക്ക് എങ്ങനെ മാക്സിമം ഓർഗനൈസേഷന്റെ ബെനിഫിറ്റിന് വേണ്ടി, ഓർഗനൈസേഷന്റെ ലക്ഷ്യം നേടിയെടുക്കാൻ വേണ്ടി എങ്ങനെ ഉപയോഗിക്കാം, ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ മാക്സിമം അഡ്വൈസ് മാനേജ്മെന്റിനെ അറിയിക്കുന്നത് നമ്മളുടെ പേഴ്സണൽ മാനേജർ ആണ്. അതുകൊണ്ട് തന്നെ പുള്ളിക്കാരന്റെ എന്താണ് പറയാ, ഒരു പേഴ്സണൽ റോൾ, ഈ അഡ്വൈസറി മാനേജ്മെന്റ് എന്നുള്ള റോള് പുള്ളിക്കുണ്ട്. എന്ന് വെച്ചാൽ പുള്ളിയാണല്ലോ എംപ്ലോയീസിനെ മാനേജ് ചെയ്യുന്നത്. അപ്പൊ ചില സ്ഥലങ്ങളിൽ ചിലപ്പോൾ അവർ മാനേജ് ചെയ്യുന്നതിന്റെ ഇടയിൽ ഇവരുടെ കാര്യങ്ങളൊക്കെ നോക്കി കാണുന്ന സമയത്ത് അവർ ഫീൽ ചെയ്യും, ചില എംപ്ലോയീസ് അവർക്ക് കൊടുത്തിരിക്കുന്ന, അവർക്ക് അലോട്ട് ചെയ്തിരിക്കുന്ന, അസൈൻ ചെയ്തിരിക്കുന്ന ജോലിയൊക്കെ ഓൾറെഡി അവർ കൃത്യമായി ചെയ്യുന്നുണ്ട്. ബട്ട് അഗെയിൻ ദർ ഇസ് സം ടൈം, അവർക്ക് ഒരുപാട് സമയം അവർക്ക് ബാക്കി ഉണ്ട്, അവരുടെ ജോലികളൊക്കെ കൃത്യമായി ചെയ്തു കഴിഞ്ഞു, ഇനി അവർ ഫ്രീ ആയിട്ടൊക്കെ ഇരിക്കുന്നു എന്നൊക്കെ ഫീൽ ചെയ്ത് കഴിഞ്ഞാൽ അത്തരം സാഹചര്യങ്ങളിൽ പേഴ്സണൽ മാനേജർക്ക് മാനേജ്മെന്റിനെ അറിയിക്കാം, ഇന്ന എംപ്ലോയീസിനൊക്കെ അവർ ചെയ്യുന്ന ജോലി അവർ കൃത്യമായി പെർഫെക്റ്റ് ആയി ചെയ്യുന്നുണ്ട്, പക്ഷെ അതിന് അത്രയും സമയം വേണ്ട. സോ അവർ ബാക്കിയുള്ള സമയം അവിടെ വെറുതെ ഇരിക്കുക. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, അങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ചിട്ടുള്ള അത് ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞതാ. അതുപോലെ പല കാര്യങ്ങളും മാനേജ്മെന്റിന് ചില അഡ്വൈസസ് ആയിട്ട് പ്രൊവൈഡ് ചെയ്ത് എംപ്ലോയീസിനെ മാക്സിമം യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കാനുള്ള ഒരു അഡ്വൈസറി കമ്മിറ്റി പോലെ, ഒരു അഡ്വൈസറി ആള് പോലെ എന്ത് ചെയ്യുന്നു, നമ്മുടെ പേഴ്സണൽ മാനേജർ വർക്ക് ചെയ്യേണ്ടതുണ്ട്. അതുകൊണ്ടാണ് പേഴ്സണൽ റോളിൽ ആ ഒരു കാര്യം വന്നിരിക്കുന്നത്. ഫസ്റ്റ് പോയിന്റ് മനസ്സിലായോ? പേഴ്സണൽ റോളിൽ അകത്തെ കാര്യം മനസ്സിലായോ? എല്ലാവർക്കും മനസ്സിലായോ? പെട്ടെന്നൊന്ന് തമ്പിടണേ. ചില ആളുകൾ ആരെങ്കിലും ഒക്കെ ഇട്ടോട്ടെ, ഞങ്ങൾ ഇവിടെ മിണ്ടാതിരിക്കുന്ന രീതിയിൽ നമുക്ക് കാണാൻ പറ്റില്ല. ഇപ്പൊ ഈ പ്രസന്റ് ചെയ്തിരിക്കുന്ന, നോട്ട് പ്രസന്റ് ചെയ്തിരിക്കുന്നവര് അവിടെ ഇരിക്കുന്ന കുറെ പേരുടെ തമ്പ അതിൽ വരുന്നുണ്ട്. പക്ഷെ ഐ കനോട്ട് സീ, അതിവിടെ പ്രസന്റ് ചെയ്തിരിക്കുന്നത് കാണാൻ പറ്റില്ല. ഇപ്പുറത്ത് കുറച്ച് ബോക്സ് ആയിട്ട് നമ്മളിങ്ങനെ ഇരിക്കുന്നുണ്ട്. അവരിൽ ആരെങ്കിലും ഒക്കെ ഒന്ന് ഇടുകയാണെങ്കിൽ നമുക്ക് വേഗം കാണാൻ പറ്റും. ഓക്കെ, സെക്കൻഡ് വൺ മാൻ പവർ പ്ലാനിങ് ആണ്. ഇനി പേഴ്സണൽ റോളിൽ പുള്ളിക്കാരൻ വഹിക്കേണ്ട മറ്റൊരു കാര്യമാണ് മാൻ പവർ പ്ലാനിങ്. എന്ന് വെച്ചാൽ ഒരു ഓർഗനൈസേഷനിൽ ഇഫ് ദർ ഈസ് വേക്കൻസീസ്, you have to understand where the vacancies are developed. എവിടേക്കാണ് വേക്കൻസി വന്നിരിക്കുന്നത്, ആ വേക്കൻസിയിൽ നമുക്ക് എങ്ങനെ എംപ്ലോയീസിനെ കൊണ്ടുവരണം, റിക്രൂട്ട് ചെയ്യണം, ആ റിക്രൂട്ട്മെന്റ് സംബന്ധമായ കാര്യങ്ങൾ, ആ റിക്രൂട്ട്മെന്റിന് നമ്മൾ അഡ്വർടൈസ് ചെയ്തു, അതിൽ നിന്ന് കുറെ പേരെ സെലക്ട് ചെയ്യണം, അങ്ങനെയുള്ള കാര്യങ്ങൾ. അപ്പൊ മാൻ പവറിനെ പ്ലാൻ ചെയ്യാൻ, വേക്കൻസീസ് നമുക്ക് ഫില്ല് ചെയ്യാൻ, ആ വേക്കൻസിയുടെ ഗ്യാപ്പ് ഫില്ല് ചെയ്യാൻ നമുക്ക് എങ്ങനെ ഏതൊക്കെ ആളുകളെ ഏതൊക്കെ ഡിപ്പാർട്ട്മെന്റിലാണ് ഒഴിവുള്ളതെന്നൊക്കെ നോക്കി അവിടെ എത്രയൊക്കെ പേര് വേണം, അങ്ങനെ ഒരു മാൻ പവർ പ്ലാനിങ് സംഘടിപ്പിക്കേണ്ടത് പേഴ്സണൽ മാനേജർ ആണ്. അതുകൊണ്ട് ഇതും ആ പേഴ്സണൽ റോളിൽ തന്നെയാണ് വരിക. ഓക്കെ, ഇതൊക്കെ എംപ്ലോയീസുമായി ബന്ധപ്പെട്ടത്, തൊഴിലുമായി നേരിട്ട് ബന്ധമുള്ളത്. അതുകൊണ്ടാണ് പേഴ്സണൽ റോൾ എന്ന പേര് വന്നിരിക്കുന്നത്. മാൻ പവർ പ്ലാനിങ് സച്ച് ആസ് റിക്രൂട്ട്മെന്റ്, സെലക്ഷൻ, ഡെവലപ്മെന്റ്, ട്രെയിനിങ് ഒക്കെ വരും ഇതിനകത്ത്. ക്ലിയർ ആയോ? സെക്കൻഡ് പോയിന്റ് മനസ്സിലായി. തേർഡ് വൺ ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെന്റ്. നേരത്തെ നമ്മൾ പറഞ്ഞ അതിനകത്ത് തന്നെ ഇതും ഇയാൾ തന്നെ ചെയ്യേണ്ടത്, അത് വേറെ പോയിന്റ് ആയിട്ട് പറഞ്ഞിരിക്കുന്നത്. ആഫ്റ്റർ റിക്രൂട്ട്മെന്റ്, ആഫ്റ്റർ സെലക്ടിങ് ന്യൂ എംപ്ലോയീസ് ടു ദ ബിസിനസ് ഓർഗനൈസേഷൻ, they have to be given proper training. Then only the employees get developed according to the development of the organization. അപ്പൊ എന്ത് ചെയ്യും, ഈ വന്നിരിക്കുന്ന പുതിയതായിട്ട് നമ്മൾ റിക്രൂട്ട് ചെയ്തിരിക്കുന്ന എംപ്ലോയീസിന് സമയാസമയങ്ങളിൽ അല്ലെങ്കിൽ വേണ്ടത്ര രീതിയിലുള്ള പരിശീലനം കൊടുക്കുക, ഡെവലപ്മെന്റ്. അതോടൊപ്പം ആ പരിശീലനം കൊടുക്കുമ്പോൾ അതനുസരിച്ച് എംപ്ലോയീസിന് എന്ത് ചെയ്യും, വളർച്ച ഉണ്ടാകും, അല്ലെ, അവരാ ചെയ്യുന്ന ജോലിയിൽ വികസനം ഉണ്ടാകും. കാരണം നേരത്തെ എനിക്ക് അറിയാം, പക്ഷെ കുറച്ചും കൂടി ട്രെയിനിങ്ങും കൂടി പ്രൊവൈഡ് ചെയ്തപ്പോ ഐ ബിക്കം എക്സലൻസ്, അല്ലെ, ഞാൻ എന്റെ ജോലിയിൽ കൂടുതൽ എക്സലൻസ് കാണിക്കാനായിട്ട് സാധിക്കുന്നതാണ്. സോ ആവശ്യത്തിന് ട്രെയിനിങ് കൊടുക്കുക. അപ്പൊ റിക്രൂട്ട്മെന്റ്, സെലക്ട് ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ നെക്സ്റ്റ് പ്രൊസീജിയർ ചെയ്യേണ്ടത് ട്രെയിനിങ് ആണ്. ആൻഡ് ഓൾസോ ഡെവലപ്മെന്റ്. ഓരോ എന്താ പറയാ, എംപ്ലോയീസിനെ മാനേജ് ചെയ്യുന്ന ഓരോ ഡിപ്പാർട്ട്മെന്റിന്റെ ലൈൻമെന്റ് ഉണ്ടായിരിക്കും, ലൈൻ മാനേജേഴ്സ് ഒക്കെ, അവർക്കും വേണ്ടത്ര പ്രോപ്പർ ട്രെയിനിങ്ങും ഡെവലപ്മെന്റും ഒക്കെ കൊടുക്കുക. അതും നമ്മുടെ പേഴ്സണൽ മാനേജറുടെ ഒരു പേഴ്സണൽ റോളാണ്. ക്ലിയർ ആയോ? റിക്രൂട്ട്മെന്റ് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ആ വഴിക്ക് നോക്കാണ്ടിരുന്നാൽ ശരിയാവൂല. അവര് റിക്രൂട്ട് ചെയ്തു, അവർക്ക് വേണ്ട ജോലികളൊക്കെ അസൈൻ ചെയ്ത് കൊടുത്തു, പക്ഷെ ആ അസൈൻമെന്റ് കൊടുക്കുമ്പോൾ they have to be given proper training. എന്ത് ജോലിയാ ചെയ്യേണ്ടതെന്ന് ആവശ്യത്തിന് വേണ്ടത്ര ട്രെയിനിങ് കൂടി കൊടുക്കുക. ചിലപ്പോൾ ഒരു ദിവസത്തെ ട്രെയിനിങ് ആകാം, ചിലപ്പോൾ 1 week ട്രെയിനിങ് ആകാം, ചിലപ്പോൾ 1 month ട്രെയിനിങ് ആകാം. ഇറ്റ് ഡിപെൻഡ്സ് അപ്പോൺ ദ ജോബ്. എന്ത് ടൈപ്പ് ഓഫ് ജോബ് ആണോ അതിനെ ആശ്രയിച്ചിരിക്കുന്നു മാത്രം. Okay, and the next one, measurement or assessment of individual or group behavior.
ഇനി കൊടുത്തിരിക്കുന്ന ജോലി അവര് ഇൻഡിവിജ്വലായും ഗ്രൂപ്പായും ഹൗ ദേ പെർഫോം അതെങ്ങനെ ചെയ്യുന്നു എന്നുള്ളത് വിലയിരുത്തുക എന്ന് അളക്കുക എന്ന് പറഞ്ഞാൽ വിലയിരുത്തുക, എന്താ പറയാ, അസസ് ചെയ്യുക, അവലോകനം ചെയ്യുക. ഓക്കെ, നമ്മളിപ്പോ കുറെ ആൾക്കാരെ കൊണ്ടുവന്ന് പുതിയ വേക്കൻസി ഉണ്ടായപ്പോ റിക്രൂട്ട്മെന്റ് നടത്തി സെലക്ട് ചെയ്ത് കുറെ പേർക്ക് ജോലി കൊടുത്തു, ജോലിക്ക് വേണ്ട ട്രെയിനിങ്ങും കൊടുത്തു. ഇനി അവർ ചെയ്തോളും എന്ന് വിചാരിച്ചു പിന്നെ ആ വഴിക്ക് നമ്മൾ ശ്രദ്ധിക്കാതിരുന്നാലും പ്രശ്നമാണ്. കാരണം ഹൗ ദേ ആർ ഡൂയിങ് ദെയർ ഡ്യൂട്ടീസ്, ഹൗ ദേ ആർ പെർഫോമിംഗ് ദെയർ ജോബ്, അവർക്ക് കൊടുത്തിരിക്കുന്ന ജോലികൾ അവരെങ്ങനെ പെർഫോം ചെയ്യുന്നു എന്നുള്ളത് ഇടയ്ക്കിടയ്ക്ക് പോയി അസസ് ചെയ്യണം. നമ്മൾ ഉദ്ദേശിച്ച സ്റ്റാൻഡേർഡിലേക്ക് അവർ എത്തുന്നുണ്ടോ? അസസ്മെന്റ് അങ്ങനെയാ ചെയ്യുന്നത്. നമ്മളൊരു നിലവാരം, നമുക്ക് ഒരു ജോലി ചെയ്യുമ്പോൾ ആ ജോലിക്ക് ഇന്നൊരു നിലവാരമുണ്ട്, ആ നിലവാരത്തിലേക്ക് ആ പറയുന്ന എംപ്ലോയി എത്തുന്നുണ്ടോ ഇല്ലേ എന്നുള്ളത് മാനേജ്മെന്റ് നേരിട്ടൊന്നും ശ്രദ്ധിക്കില്ല. അതിനാണ് ഈ പറയുന്ന പേഴ്സണൽ മാനേജേഴ്സിനെയൊക്കെ നിർത്തിയിരിക്കുന്നത്. അപ്പൊ അവരെ നോക്കാൻ പറയും, അവർ നോക്കി അത് കറക്റ്റ് ആയിട്ട് വിലയിരുത്തണം. ഓക്കെ, നമ്മളൊരു 80% റിസൾട്ട് കിട്ടുമെന്ന് വിചാരിച്ചിട്ട് എംപ്ലോയീസിന് ജോലി കൊടുക്കുന്നു. പക്ഷെ നമ്മൾ നോക്കിക്കഴിഞ്ഞപ്പോ വിലയിരുത്തിയപ്പോ നമ്മൾ കാണാൻ സാധിച്ചു അങ്ങനെ ഇല്ല, കുഴപ്പമില്ലാന്ന് പറയാൻ പറ്റുള്ളൂ. ആ 80% എത്തിയില്ല. ഓൺലി ദേ ഹാവ് റീച്ച്ഡ് അപ് ടു ദ ലെവൽ ഓഫ് 50%. ഒരു ആവറേജ് കിട്ടിയിട്ടുള്ളൂ. ആൾക്ക് നമ്മൾ പ്രതീക്ഷിച്ച അത്രയും ഇതൊന്നുമില്ല. കാര്യം ശരിയാണ്, നല്ല പഠിപ്പുണ്ട്, ക്വാളിഫിക്കേഷൻസ് ഒക്കെ ഉണ്ട്. പക്ഷേ പ്രാക്ടിക്കലി വെൻ ഇറ്റ് ഈസ് അപ്ലൈഡ്, അത് നമ്മൾ ആ ജോലി പ്രാക്ടിക്കലായി ചെയ്തപ്പോ ആ ഒരു എക്സലൻസ് ഇവിടെ കാണുന്നില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? അത് വിലയിരുത്തണം, നോക്കണം. അപ്പൊ അങ്ങനെയുണ്ടെങ്കിൽ ഇഫ് ദർ ഈസ് എനി കറക്ഷൻസ് ടു ബി മെയ്ഡ്, അവരെ ഒന്നുകൂടി ആ 80% സ്റ്റാൻഡേർഡിലേക്ക് എത്തിക്കാൻ വേണ്ട നിർദ്ദേശങ്ങളോ ഡയറക്ഷൻസ് കൊടുക്കാം, ഇൻഫോർമേഷൻസ് കൊടുക്കാം, കറക്ഷൻസ് നടത്താം. ഇന്നതിൽ പോരായ്മയുണ്ട്, അത് അങ്ങനെയല്ല, ഇതിങ്ങനെയാണെന്ന് തിരുത്തി കൊടുക്കണം. ഓക്കെ, അങ്ങനെ തിരുത്തി എന്ത് ചെയ്യും? നമ്മൾ തെറ്റുകൾ ഇങ്ങോട്ടേക്ക് തിരുത്തി വരുമ്പോഴാണ് നമ്മളൊരു പെർഫെക്റ്റ് മാനായി മാറുക, അല്ലെ? അത് ഏത് കാര്യത്തിലാണ്, ജോലി ചെയ്യുന്നതായിക്കോട്ടെ, നമ്മൾ ഏതെങ്കിലും ഒരു കുഞ്ഞു കാര്യം ചെയ്യുന്നതായിക്കോട്ടെ. പാട്ട് പാടാൻ ഐഡിയ സ്റ്റാർ സിംഗർ പോലെയുള്ള വേദിയിൽ കുട്ടികൾ വന്ന് പാട്ട് പാടും, അല്ലെ? നമുക്ക് കേൾക്കുമ്പോൾ ഭയങ്കര സൗണ്ടും വളരെ പക്ക പെർഫെക്റ്റ് ആയിട്ട് തോന്നും. പക്ഷെ അവിടെ ഇരിക്കുന്ന ജഡ്ജസ് അങ്ങനെയല്ലല്ലോ. അങ്ങനെയാണോ ചെയ്യുന്നത്? അങ്ങനെ പോയതുകൊണ്ട് എക്സാമ്പിൾ ഒക്കെ പറയുന്ന ആണോ? അല്ല, അവര് അതിന്റെ ഉള്ളിൽ നിന്ന് അവിടത്തെ ഇവിടത്തെ എന്തെങ്കിലും പോയിന്റ് ഔട്ട് ചെയ്ത് ഒരു കുഞ്ഞ് മൈന്യൂട്ട് ആയിട്ടുള്ള ഒരു കുഞ്ഞു തെറ്റി പോലും അവര് എന്ത് ചെയ്യുന്നു? ആ കുട്ടികൾക്ക് അത് തിരുത്തി കൊടുക്കും. അതെന്തിനു വേണ്ടിയിട്ടാ? അവരെ പെർഫെക്റ്റ് ആകാൻ. ആ ഒരു കുഞ്ഞു മിസ്റ്റേക്ക് പോലും അവർ വരുത്താതിരിക്കാനാണ്. ലൈക്ക് വൈസ് അതുപോലെ ഏത് കാര്യത്തിലാണ്, ഞാൻ അതൊരു പാട്ടിന്റെ കാര്യത്തിൽ പറഞ്ഞു മാത്രം. അപ്പൊ ഞാൻ എന്തെങ്കിലും കാര്യം ചെയ്യാറുണ്ട്. അപ്പൊ ഐ മേ ഹാവ് സം ലിമിറ്റേഷൻസ് ഓഫ് ഡിഫക്ട്സ് വെൻ ഐ ആം ടീച്ചിങ്. എനിക്ക് എന്റേതായ പോരായ്മകളൊക്കെ ഉണ്ട്. ചിലപ്പോഴൊക്കെ എന്താ പറയാ, നിങ്ങൾ തന്നെ ചൂണ്ടിക്കാണിക്കുന്ന ഒരു പോരായ്മ ഞാൻ തന്നെ പറയാം, സ്പീഡാണ്, അല്ലെ? ചെറുതിന് സ്പീഡാണ് ആണല്ലോ, പറയില്ലേ? അറിയോ നിങ്ങള്? ഇല്ലേ? പറയാറുണ്ട്. അപ്പൊ പറയും. അപ്പൊ എന്താ പറയാ, അതിങ്ങനെ ആദ്യത്തെ പതുക്കെ വരും. പക്ഷെ സംസാര രീതി അങ്ങനെ ആയതുകൊണ്ടാണ്. അപ്പൊ നിങ്ങൾ പക്ഷെ എങ്കിലും ഇടയ്ക്കിടയ്ക്ക് ഞാനത് ശ്രദ്ധിക്കാനും നോക്കാറുണ്ട്. അയ്യോ, ഞാൻ ഇടയ്ക്ക് എന്താ പറയാ, ഇത് അടിച്ചു വിട്ട പോലെ പോണേ എന്ന്, റോക്കറ്റ് വിട്ട പോലെ പോണേന്ന് ഇടയ്ക്ക്. പക്ഷെ ആ രീതി അങ്ങനെ ആയതുകൊണ്ടാണ്. പക്ഷെ എങ്കിലും 2ഉം 3ഉം പ്രാവശ്യം നമ്മളത് ആവർത്തിച്ച് എടുത്തെടുത്ത് പറയുന്നത് കൊണ്ട് നിങ്ങൾക്കത് ക്യാച്ച് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഒറ്റ സെന്റൻസിൽ ഒരൊറ്റ പ്രാവശ്യം പറഞ്ഞു പോകുകയാണെങ്കിൽ നിങ്ങൾക്ക് ചിലപ്പോൾ അത് ക്യാച്ച് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല, അല്ലെ? അതാണ്. അപ്പൊ അങ്ങനെ നമ്മൾ എന്ത് ചെയ്യുന്നു? ആ ലിമിറ്റേഷൻസ് നമ്മളോട് പറഞ്ഞു തരുമ്പോ നമ്മളത് എന്ത് ചെയ്യാൻ നോക്കും? അതിനെ കറക്റ്റ് ചെയ്യാൻ നോക്കും. കറക്റ്റ് ചെയ്ത് കഴിയുമ്പോൾ അത് പെർഫെക്റ്റ്നെസ്സിലേക്ക് വരും. അത് ഏത് കാര്യത്തിലാണെങ്കിലും, വട്ടെവർ ഡ്യൂട്ടീസ്, ജോലികളായിക്കോട്ടെ, അല്ലെങ്കിൽ നമ്മുടെ വീടുകളിലായിക്കോട്ടെ, അല്ലെങ്കിൽ നമ്മുടെ പേഴ്സണൽ ആയിട്ടുള്ള ലൈഫിലായിക്കോട്ടെ, നമുക്ക് കൂടുതൽ നമ്മൾ തെറ്റുകളൊക്കെ തിരുത്തി വരുമ്പോഴാണ്. അതുപോലെ ഇവിടെ ഓർഗനൈസേഷനിൽ ഇഫ് ദ എംപ്ലോയീസ് ആർ മേക്കിംഗ് സം മിസ്റ്റേക്സ് while they are performing any job, it had to be assessed or measured and give them corrections, instructions, directions to correct it, അല്ലെ? അത് കറക്റ്റ് ചെയ്യാനുള്ള നിർദ്ദേശങ്ങളോ ഇൻഫോർമേഷൻസ് ഒക്കെ കൊടുക്കണം. അങ്ങനെ വിലയിരുത്തലുകൾ നടത്തിയാൽ മാത്രമേ ഇത് സാധിക്കുള്ളൂ. അപ്പൊ അത്തരം വിലയിരുത്തലുകൾ, അസസ്മെന്റ്, മെഷർമെന്റ് ഒക്കെ നടത്തേണ്ടത് നമ്മളുടെ ഓർഗനൈസേഷന്റെ പേഴ്സണൽ മാനേജറാണ്. ഇൻഡിവിജ്വലി ആൻഡ് ത്രൂ ബിഹേവിയർ എന്ന് വെച്ചാൽ ഞാൻ ഒറ്റയ്ക്ക് എന്റെ ജോലി എങ്ങനെ ചെയ്യുന്നു എന്നുള്ളതും അവര് പരിശോധിക്കണം. അതുപോലെ തന്നെ അതിന്റെ അളവുകൾ അസസ് ചെയ്യണം. ഓക്കെ, അതോടൊപ്പം തന്നെ എന്റെ ടീമിനോടൊപ്പം, ടീച്ചേഴ്സ് എന്ന് പറയുന്ന ആ ടീമിനോടൊപ്പം നിന്ന് ഞാൻ എങ്ങനെ ജോലി ചെയ്യുന്നു, ടീം വർക്ക്, അല്ലെ? ഒരു ഓർഗനൈസേഷനിൽ വെൻ വി ആർ വർക്കിംഗ് ഇറ്റ്സ് ഓൾസോ എ ടീം വർക്ക്. ആ ടീം എല്ലാവരും നല്ല രീതിയിൽ എന്താ പറയാ, ഹാർമണിയിൽ, അല്ലെ? എല്ലാവർക്കും വളരെ സൗഹൃദത്തിലൊക്കെ നിന്ന് വളരെ എഫക്റ്റീവ് ആയിട്ട് എല്ലാവരും സന്തോഷത്തോടെ ജോലി ചെയ്യുമ്പോഴാണ് ആ ഓർഗനൈസേഷന്റെ ഡെവലപ്മെന്റ് ഉണ്ടാവുള്ളൂ, അല്ലെ? അല്ലാണ്ട് ഞാൻ എന്റെ കാര്യം മാത്രം നോക്കി ഞാൻ എന്റെ ജോലി മര്യാദയ്ക്ക് പെർഫെക്റ്റ് ആയി ചെയ്യുന്നു, അവിടെ ഒരു വികസനം ഉണ്ടാകില്ല. ബിക്കോസ് എന്റെ മാത്രം ജോലിയെ അവിടെ ക്ലിയർ ആകുന്നുള്ളൂ. പക്ഷെ എന്നോടൊപ്പം നിൽക്കുന്ന ആളുകളെയും നമ്മൾ എന്ത് ചെയ്യണം?
മോട്ടിവേറ്റ് ചെയ്ത് നമ്മൾ ചെയ്യുന്നത് പോലെ നമ്മൾ നന്നായി ചെയ്യുന്നുണ്ടെങ്കിൽ അവർ നന്നായി ചെയ്യാൻ വേണ്ടി അവരെ കൂടി ഉൾപ്പെടുത്തണം. സോ ദാറ്റ് ഓൺലി ദേ ക്യാൻ അച്ചീവ് ഓർഗനൈസേഷണൽ ഗോൾസ്. അങ്ങനെയാണ് ഓർഗനൈസേഷന് അതിന്റെ ഡെവലപ്മെന്റും അച്ചീവ്മെന്റ് ഓഫ് ഗോൾസും ഉണ്ടാകുന്നത്. ഓക്കെ, അപ്പൊ അതുകൊണ്ട് ഇൻഡിവിജ്വൽ ആയിട്ടുള്ള അവരുടെ ബിഹേവിയറും ഗ്രൂപ്പ് ആയിട്ടുള്ള ബിഹേവിയറും അസസ് ചെയ്യുക എന്നുള്ളതും പേഴ്സണൽ മാനേജറിന്റെ മറ്റൊരു റോളാണ്. ക്ലിയർ ആയോ? സോ ദീസ് ആർ ദ പേഴ്സണൽ റോൾസ് ഓഫ് പേഴ്സണൽ മാനേജർ. പേഴ്സണൽ മാനേജറിന്റെ പേഴ്സണൽ റോളിൽ വരുന്ന കാര്യങ്ങളാണ് നമുക്ക് പറഞ്ഞത്. ഏതൊക്കെയാ? ഒന്ന് അഡ്വൈസറി മാനേജ്മെന്റ്, മാനേജ്മെന്റിനെ അഡ്വൈസ് ചെയ്യുക. എന്തിനെ കുറിച്ച്? അവിടുത്തെ എംപ്ലോയീസിനെ ഹൗ ടു യൂസ് ഇഫക്റ്റീവ്ലി, ഹ്യൂമൻ റിസോഴ്സുകളെ എങ്ങനെ ഇഫക്റ്റീവായി യൂസ് ചെയ്യാം എന്നുള്ളതൊക്കെ സംബന്ധിച്ചത്. ഓക്കെ, സെക്കൻഡ് വൺ മൈൻഡ് പവർ പ്ലാനിങ് ആണ്. സച്ച് ആസ് റിക്രൂട്ട്മെന്റ്, സെലക്ഷൻ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നേരത്തെ കൂടി പ്ലാൻ ചെയ്യുക. തേർഡ് വൺ ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെന്റ് ഓഫ് ലൈൻ മാനേജേഴ്സ്. ലൈൻ മാനേജേഴ്സ് ഉൾപ്പെടെയുള്ള എല്ലാവരുടെയും ട്രെയിനിങ്ങും ഡെവലപ്മെന്റ്. ആൻഡ് ദ ലാസ്റ്റ് വൺ ഈസ് മെഷർമെന്റ് ഓർ അസസ്മെന്റ് ഓഫ് ഹ്യൂമൻ റിസോഴ്സസ് ഇൻഡിവിജ്വലി ആൻഡ് ഗ്രൂപ്പ്. ഇൻഡിവിജ്വൽ ആയിട്ടും ഗ്രൂപ്പ് ആയിട്ടും ഹ്യൂമൻ റിസോഴ്സുകളെ അസസ് ചെയ്യുക എന്നുള്ളത് അതൊക്കെ പേഴ്സണൽ റോളിൽ വരുന്നതാണ്. ഏതൊക്കെയാണ് പേഴ്സണൽ റോളിൽ വരാമെന്നൊക്കെ പറഞ്ഞ് ക്വസ്റ്റ്യൻ ഉണ്ടാകും. ഈ പെട്ടി ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ഇന്നലെ പറഞ്ഞത് ഇമ്പോർട്ടന്റ് ആണ്. ഈ ബോക്സ് എന്ന് പറയുന്നത് പേഴ്സണൽ മാനേജറുടെ റോൾസ്. മനസ്സിലായല്ലോ? 4 അടുത്തതിലേക്ക് പോട്ടെ. വെൽഫെയർ റോളാണ് അടുത്തത്. യെസ്, നെക്സ്റ്റ് വൺ വെൽഫെയർ. വെൽഫെയർ എന്ന് പറയുമ്പോൾ വേർഡ് ഓർക്കെ എംപ്ലോയീസിന്റെ ക്ഷേമത്തിലുള്ളതാണ്. മറ്റേത് ജോലിയുമായി ബന്ധപ്പെട്ട, ജോലി ചെയ്യിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളായിരുന്നു പറഞ്ഞത്. ഇവിടെ വെൽഫെയർ ആണ്. ഒന്ന് റിസർച്ച് ഇൻ പേഴ്സണൽ ആൻഡ് ഓർഗനൈസേഷണൽ പ്രോബ്ലംസ്. അതായത് നമ്മളുടെ ഓർഗനൈസേഷനിൽ ജോലിക്കാർ വരുമ്പോൾ ആ ജോലിക്കാർക്ക് ആ ജോലിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള അല്ലെങ്കിൽ ഓർഗനൈസേഷനുമായി ബന്ധപ്പെട്ടുള്ള എന്തെങ്കിലും പ്രശ്നങ്ങളോ ബുദ്ധിമുട്ടുകളോ ഒക്കെ അവർ ഫേസ് ചെയ്യുന്നുണ്ടോന്ന് റിസർച്ച് ചെയ്യാം. നമ്മൾ ബിസിനസ് ഓർഗനൈസേഷനിൽ ജോലിക്ക് വരുന്ന എന്തിനു വേണ്ടിയിട്ടാ? നമ്മൾ അവിടെ നമുക്കൊരു നല്ല ഒരു വർക്കിംഗ് എൻവയോൺമെന്റ് കിട്ടി വേറെ പ്രശ്നങ്ങളൊന്നുമില്ലാതെ സാറ്റിസ്ഫൈഡ് ആയിട്ട് ഹാപ്പി ആയിട്ട് ജോലി ചെയ്യും. പക്ഷെ ഓൾമോസ്റ്റ് നമുക്കറിയാം ഒരു ഓർഗനൈസേഷനിൽ വരുമ്പോൾ ജോലിക്ക് വന്നു കഴിയുമ്പോൾ അവിടെ പല എംപ്ലോയീസും ദേ ഫേസ് സം ഡിഫിക്കൽട്ടീസ്, പ്രോബ്ലംസ് ആൻഡ് ഓൾസോ ലീഡ്സ് ദം ടു ഡിപ്രഷൻ. പല പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ ചില എംപ്ലോയീസ് ഓർഗനൈസേഷനിൽ ജോലിക്ക് വരുമ്പോൾ ഫേസ് ചെയ്യുന്നുണ്ട്. അത്തരം കാരണങ്ങളാൽ പല ആളുകളും ഡിപ്രസ്ഡ് ആകുകയും ചെയ്യുന്നുണ്ട്. അപ്പൊ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടോ എന്ന് സെർച്ച് ചെയ്ത് കണ്ടുപിടിക്കണം. എന്നുവെച്ചാൽ അവരോട് തന്നെ ചെന്ന് ചോദിക്കുകയാണ്, നിങ്ങൾ എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടോ, പ്രോബ്ലം ഫേസ് ചെയ്യുന്നത്? ചിലപ്പോൾ അവര് നേരിട്ട് കാര്യങ്ങൾ തുറന്ന് ഓപ്പൺ ആയിട്ട് ചിലപ്പോൾ ഫ്രാങ്ക് ആയിട്ട് പറഞ്ഞു എന്ന് വരില്ല. പക്ഷെ വി ഹാവ് ടു സ്റ്റഡി ദം. നമ്മൾ അവരെ നോക്കി വേറെ രീതിയിലൊക്കെ മനസ്സിലാക്കി അതിനെ കുറിച്ചുള്ള കാര്യങ്ങൾ റിസർച്ച് നടത്തി തന്നെ മനസ്സിലാക്കണം. സോ they can find out if there is any problem between the employees, between the management and employees. അപ്പൊ മാനേജ്മെന്റിന് എതിരായിട്ട് ഇവർക്ക് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ, അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് റിസർച്ചിന്റെ കണ്ടുപിടിക്കാം. അത് നമ്മുടെ പേഴ്സണൽ മാനേജറിന്റെ ഒരു റോളാണ്. ക്ലിയർ ആയോ? വെൽഫെയർ റോളാണ്, സ്മൂത്ത് ആയിട്ട്. ഓക്കെ, ആൻഡ് നെക്സ്റ്റ് വൺ മാനേജിങ് സർവീസസ് സച്ച് ആസ് ക്യാന്റീൻസ്, ക്രഷേഴ്സ് എക്സെട്ര. ഇനി മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഈ പേഴ്സണൽ മാനേജർ തന്നെ അവിടെ വരുന്ന എംപ്ലോയീസിന് നമുക്കറിയാം ചില ബിസിനസ് ഓർഗനൈസേഷനിലൊക്കെ എന്താ പറയാ ക്യാന്റീൻ പോലെയുള്ള സർവീസസ് പ്രൊവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ വീട്ടിൽ നിന്ന് കഷ്ടപ്പെട്ട് ജോലി എന്താ പറയുക ജോലിക്ക് വരുമ്പോൾ ഭക്ഷണമൊക്കെ പൊതി കെട്ടിക്കൊണ്ടുവരാനുള്ള ബുദ്ധിമുട്ടുകൾ ഫേസ് ചെയ്യുന്നവരൊക്കെ ഉണ്ട്. ഇത് ഇന്നലെ എഴുതി വെച്ചിരിക്കുന്ന കാര്യങ്ങളല്ല. ഇപ്പോഴത്തെ ആളുകളുടെ ഇഷ്ടംപോലെ കാശൊക്കെ ഉണ്ട് കേട്ടോ. ഇത് പണ്ട് തുടങ്ങിയേ ഉള്ള കാര്യങ്ങളാണ്. അപ്പൊ അതുകൂടി കൺസിഡർ ചെയ്തിട്ടാണ് ഇത്തരം കാര്യങ്ങളൊക്കെ എഴുതി വെച്ചിരിക്കുന്നത്. ഇന്നൊക്കെ അത്ര വലിയ ബുദ്ധിമുട്ടുകള് ഭക്ഷണം കാര്യത്തിലൊന്നും ആരും ഫേസ് ചെയ്യുന്നില്ല അധികം ആൾക്കാർ, മെജോറിറ്റി. പക്ഷെ എങ്കിലും മൈനോറിറ്റി വിഭാഗത്തില് ഇനിയും ആളുകള് ഒരു നേരം എങ്കിലും നല്ല രീതിയിലുള്ള ഫുഡ് കഴിക്കാനായിട്ട് കഷ്ടപ്പെടുന്നവര്. സോ അപ്പൊ അത്തരം മറ്റുള്ള ആൾക്കാരൊക്കെ അങ്ങനത്തെ ഫുഡ് കൊണ്ടുവരികയും അപ്പൊ ഫുഡിന്റെ കാര്യത്തിൽ ഒരു ഇക്വാലിറ്റി കൊണ്ടുവരാനായിട്ട് ബിസിനസ് ഓർഗനൈസേഷൻസ് ഇന്ന് ക്യാന്റീൻ പോലെയുള്ള സർവീസസ് എന്താ പറയാ ഓർഗനൈസേഷനിലൊക്കെ ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. അപ്പൊ അതിനെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ മെയിൻറ്റെയിൻ ചെയ്യുക, മാനേജ് ചെയ്യുക എന്നുള്ളത് പേഴ്സണൽ മാനേജറുടെ ഒരു റോളാണ്. ആൻഡ് ഓൾസോ അറ്റ് ദ സെയിം ടൈം ക്രഷ് മീൻസ് എന്താണെന്നറിയോ? ഈ കൊച്ചുകുട്ടികളെയൊക്കെ അതായത് സ്കൂളിൽ പോകുന്നതിന് മുമ്പ് വരെയുള്ള ഏജിലുള്ള കുട്ടികളെയൊക്കെ നോക്കുന്ന ഒരു സ്ഥലമാണ്. സി ഇവിടെ എന്തിനാണ് ഇങ്ങനെ ഒരു കാര്യം പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ there are some employees those who cannot go for a job. അതായത് ഇപ്പൊ ഇവിടെ ജോലിക്ക് ഇരിക്കുന്ന സമയത്ത് ഇടയ്ക്ക് വെച്ചിട്ട് കുട്ടികൾ ഉണ്ടായി, മീൻസ് ഇടയിലാണ് ജോലി ഓൾറെഡി സർവീസിൽ ഇരിക്കുമ്പോഴാണ്. അപ്പൊ ആ കുട്ടികൾക്ക് ഇപ്പൊ നമുക്കറിയാം മെറ്റേണിറ്റി ലീവ് ഒക്കെ എത്ര ദിവസമൊക്കെ കിട്ടുക നമുക്കറിയാം അല്ലെ, എത്ര മാസമൊക്കെ മാത്രമേ കിട്ടുള്ളൂ. അപ്പൊ അതിനുശേഷം ആഫ്റ്റർ ദാറ്റ് അതിനുശേഷം ചിലപ്പോൾ നല്ല എന്താ പറയാ വളരെ എഫിഷ്യന്റ് ആയിട്ടുള്ള എംപ്ലോയീസ് ഒക്കെ ആണെങ്കിൽ അങ്ങനെയുള്ളവരെ വിട്ടുകളയാൻ ഉപേക്ഷിച്ച് കളയാൻ ഓർഗനൈസേഷൻ ചിലപ്പോൾ തയ്യാറെടുക്കില്ല.
സോ അങ്ങനെയുള്ളവരെ നമുക്ക് ജോലിക്ക് ഇവിടെ ആവശ്യവുമാണ്. പക്ഷെ ഈ ഒരു കാരണങ്ങള് ലീവ് ദ ഓർഗനൈസേഷൻ, അവര് ഓർഗനൈസേഷൻ വിട്ട് പോകാതിരിക്കുകയും വേണം. അപ്പൊ ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ അത്തരം കുട്ടികളെ സംരക്ഷിക്കാനും നോക്കാനൊക്കെ ഉള്ള ഒരു ഫെസിലിറ്റി ഇൻസൈഡ് ദ ഓർഗനൈസേഷനകത്ത് പ്രൊവൈഡ് ചെയ്യുന്ന ചില കാര്യങ്ങളുണ്ട്, ചില ഓർഗനൈസേഷൻസ് ഉണ്ട്. അതാണ് നമ്മുടെ കൃഷി എന്ന് ഉദ്ദേശിക്കുന്നത്. നമ്മൾ പുറത്തിന്റെ കേരളം നിർത്തില്ലേ കുട്ടികളെ, അത് നമ്മളുടെ ജോലിക്ക് വേണ്ടി നമ്മൾ പുറത്തു പോകാറുണ്ട്. കേരളത്തിൽ കുറച്ചുകൂടിയൊക്കെ എന്താ പറയാ, ഒരു 3 വയസ്സ് വരെ അല്ലെങ്കിൽ 2.5 വയസ്സ് മുതൽ 3.5 വയസ്സ് വരെയൊക്കെയാണ്. 3.5 ആകുമ്പോഴേക്കും ആളുകൾ എല്ലാവരും കൊണ്ടുപോയി പിള്ളേരെ അംഗനവാടിയിലും സ്കൂളുകളിലൊക്കെ LKG-യിലൊക്കെ KG സെക്ഷനിലൊക്കെ കൊണ്ടുപോയി ആക്കും അല്ലെ. അപ്പൊ അതിനു മുമ്പ് ഇച്ചിരി കുറച്ച് നാളൊക്കെ വേണമെങ്കിൽ മാത്രമാണ് ഇതുപോലെ ഡേ കെയർസിലൊക്കെ കുട്ടികളെ കൊണ്ടുപോയി ആക്കുക. അത് നമ്മൾ മറ്റ് പുറത്ത് ആണ്. ചില ബിസിനസ് ഓർഗനൈസേഷൻസ് ഇതുപോലുള്ള ഫെസിലിറ്റീസ് ഇൻസൈഡ് ഓർഗനൈസേഷൻ പ്രൊവൈഡ് ചെയ്യാറുണ്ട് കേട്ടോ. അതാണ് അപ്പൊ മാനേജിങ് സർവീസസ് ലൈക്ക് canteen, treasures inside the organization is also a welfare role of personal manager. The welfare role വരുന്നതാണ്. And the third one, മനസ്സിലായില്ലേ? അത് രണ്ടാമത്തെ മനസ്സിലായോ? ഇല്ലെങ്കിൽ വേഗം പറയണേ. അടുത്തത് ഗ്രൂപ്പ് കൗൺസിലിംഗ്, ഗ്രൂപ്പ് മോട്ടിവേഷൻ, ലീഡർഷിപ്പ്, കമ്മ്യൂണിക്കേഷൻ എക്സെട്ര. അത് എംപ്ലോയീസിന്റെ ഇടയിൽ എന്താ പറയാ, അവർക്ക് വേണ്ടിയിട്ടുള്ള ചില കാര്യങ്ങൾ അവരെ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരാൻ വേണ്ടി ഗ്രൂപ്പ് കൗൺസിലിംഗ് കൊടുക്കുക. കൗൺസിലിംഗ് റിഗാർഡിംഗ് ദ ജോബ്, അവരുടെ ജോലിയുമായി ബന്ധപ്പെട്ടോ അവരുടെ മറ്റു കാര്യങ്ങൾ എന്തെങ്കിലും തരത്തിലുള്ള സിറ്റുവേഷൻസുമായി ബന്ധപ്പെട്ടുള്ള ചില കൗൺസിലിംഗ്സ് പ്രൊവൈഡ് ചെയ്യുക. എംപ്ലോയീസിനെ കൂടുതൽ മോട്ടിവേറ്റഡ് ആക്കാനുള്ള ചില കാര്യങ്ങൾ, പ്രോഗ്രാമുകളോ മറ്റൊക്കെ കണ്ടക്ട് ചെയ്യുക. എന്തെങ്കിലും ലീഡർഷിപ്പ്, അതായത് ആളുകൾക്ക് ലീഡർഷിപ്പ് കൊടുക്കാൻ പറ്റുന്ന ആളുകളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ കണ്ടെത്തി അവർക്ക് അതിനുള്ള ഡിറക്ഷൻസ് പ്രൊവൈഡ് ചെയ്യുക. whatever to be communicated, എന്തെങ്കിലും നിർദ്ദേശങ്ങളോ മറ്റു കാര്യങ്ങളോ അവരെ അറിയിക്കാനുണ്ടെങ്കിൽ, കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുണ്ടെങ്കിൽ അത്തരം കാര്യങ്ങളൊക്കെ എല്ലാവർക്കും പ്രൊവൈഡ് ചെയ്യുക. ഇതെല്ലാവരെയും എല്ലാ എംപ്ലോയീസിനും കൃത്യമായിട്ട് സമയങ്ങളിൽ എത്തിച്ചു കൊടുക്കേണ്ടത് ആരുടെയാണ്? പേഴ്സണൽ മാനേജറുടെ മാത്രം ജോലിയാണ്. അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്, ചെയ്യുകയും വേണം. കാരണം പേഴ്സണൽ മാനേജർ ഇത്തരം കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചില്ലെങ്കിൽ ഉണ്ടല്ലോ, എംപ്ലോയീസ് അവരുടെ ജോലിയിൽ പെർഫെക്റ്റ്നെസ് കാണിക്കില്ല. അവർക്ക് 100% റിസൾട്ട് കൊടുക്കാൻ കഴിവുള്ള എംപ്ലോയീസ് ആണെങ്കിൽ പോലും പലരും എന്ത് ചെയ്യും? ഇത്തരം കാര്യങ്ങളൊന്നും നമ്മൾ ആരും മൈൻഡ് ചെയ്യുന്നില്ല, ആരും നോക്കുന്നില്ല, അന്വേഷിക്കുന്നില്ല എന്ന് പറയുമ്പോൾ എല്ലാ മനുഷ്യരും ഉഴക്കും. അത് മനുഷ്യന്റെ ഒരു രീതിയാണ്. ഒരു മടി എന്ന് പറയുന്നത് നമ്മൾ ജനിച്ചപ്പോഴേ തന്നെ ഒരു ലേസിനെസ് നമുക്ക് ഉള്ളില്, അത് ചിലപ്പോഴൊക്കെ നമുക്ക് കിട്ടുന്ന സാഹചര്യങ്ങൾ നമ്മൾ അപ്ലൈ ചെയ്യുകയും ചെയ്യും ഇല്ലേ? ഇപ്പൊ ഭയങ്കര എല്ലാ ദിവസവും നമ്മുടെ വീട്ടില് കാലത്ത് എഴുന്നേറ്റ് ഭയങ്കരമായിട്ട് കൃത്യനിഷ്ഠയോടെ എല്ലാ കാര്യങ്ങളും ചെയ്യും. ചില ദിവസങ്ങളിൽ നമുക്കൊരു മടി ഫീൽ ചെയ്യും, ഇന്നത് ചെയ്യാനുള്ള വൈകിട്ട് നാളെ ചെയ്യാം. ഓക്കെ, അങ്ങനെ വരാറില്ലേ? മാത്രം തോന്നാണോ അതെനിക്ക് അറിയില്ല. ആണോ? വരാറുണ്ടോ അങ്ങനെ? ഇടയ്ക്കൊക്കെ ചില കാര്യങ്ങളിൽ ഒരു മടി ഫീൽ ചെയ്യൂലേ? അത് തന്നെ. ഓർഗനൈസേഷനിലാണെങ്കിലും അങ്ങനെ തന്നെ. ഇപ്പൊ ജോലിക്ക് വരുമ്പോ എല്ലാ ദിവസവും ഇങ്ങനെ ഇരുന്ന് ഭയങ്കര ഇതായിട്ട് ഇങ്ങനെ ഇരുന്നൊക്കെ പറയണ്ടല്ലോ, ഇന്ന് ഒരു മടി. ചില ദിവസം അങ്ങനെ നമുക്ക് തോന്നും. പക്ഷെ ആ മടിയൊക്കെ നമ്മൾ മാറ്റണം. അത് അല്ലേ? അപ്പൊ അത് വരാതിരിക്കണമെങ്കിൽ എന്താണ്? പേഴ്സണൽ മാനേജർ എംപ്ലോയീസിന്റെ ഇത്തരം കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം. അവർക്ക് എവിടെയെങ്കിലും അവർ കുറഞ്ഞു പോകുന്നു എന്ന് തോന്നുമ്പോൾ കൗൺസിലിംഗ്, മോട്ടിവേഷൻ ഒക്കെ കൊടുത്ത് അവരെ അങ്ങോട്ട് എന്ത് ചെയ്യണം? ബൂസ്റ്റപ്പ് ചെയ്ത് കൊണ്ടുവരണം. സോ ഇറ്റ്സ് ഓൾസോ എ വെൽഫെയർ റോൾ ഓഫ് പേഴ്സണൽ മാനേജർ. അപ്പൊ വെൽഫെയർ റോളുകളാണ് നമ്മൾ പറഞ്ഞത്. ഏതൊക്കെയാ പറഞ്ഞത്? ഒന്നാമത്തേത് റിസർച്ച് ഇൻ പേഴ്സണൽ ആൻഡ് ഓർഗനൈസേഷണൽ പ്രോഗ്രാംസ്. ഓർഗനൈസേഷൻ്റെതായ അല്ലെങ്കിൽ തൊഴിൽപരമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് റിസർച്ച് കൂടെ കണ്ടെത്തുക. മെയിൻറ്റെയിൻ ഓർ മാനേജ് സർവീസസ് ലൈക്ക് ക്യാൻറ്റീൻ ആൻഡ് ക്രഷേഴ്സ്. ഇവര് ക്യാൻറ്റീൻ നടത്തണമെന്നല്ല കേട്ടോ, ക്യാൻറ്റീൻ നടത്താൻ പേഴ്സണൽ മാനേജർ പോകണമെന്നല്ല. അതൊക്കെ കൃത്യമായിട്ട് ഫംഗ്ഷൻ ചെയ്യുന്നുണ്ടോ, എംപ്ലോയീസിന് അവരുടേതായ ഫുഡും മറ്റുമൊക്കെ ലഭ്യമാകുന്ന രീതിയിൽ അവിടെ ക്യാൻറ്റീനിൽ ഫുഡൊക്കെ ഉണ്ടോ, അതൊക്കെ ഒന്ന് ഇടയ്ക്ക് ശ്രദ്ധിക്കുക. പിന്നെ ഗ്രൂപ്പ് ആയിട്ടുള്ള ബിഹേവിയേഴ്സ്, അവരുടെ എന്താ പറയാ ഗ്രൂപ്പ് കൗൺസിലിംഗ്, മോട്ടിവേഷൻസ്, മറ്റു കമ്മ്യൂണിക്കേഷൻസ് ഒക്കെ പ്രൊവൈഡ് ചെയ്യുക. ഓക്കെ, ആൻഡ് നെക്സ്റ്റ് റോൾ ഈസ് ക്ലറിക്കൽ റോൾ. ക്ലർക്കിന്റേതായ ക്ലർക്ക് ചെയ്യേണ്ടതായിട്ടുള്ള ഒരു ജോലികളുണ്ടല്ലോ, അത്തരത്തിലുള്ള ജോലികൾ എന്തൊക്കെയാണ് പേഴ്സണൽ മാനേജർ ചെയ്യുന്നതെന്ന് നോക്കാം. ഫസ്റ്റ് വൺ ഈസ് ടൈം കീപ്പിംഗ്. കൃത്യമായി സമയം സൂക്ഷിക്കുക. ഒരു സമയം സൂക്ഷിക്കുന്നതല്ല, എംപ്ലോയീസ് വരുന്നതും പോകുന്നതൊക്കെ കൃത്യമായി റെക്കോർഡ് ചെയ്യുക. ഇന്ന് അതിനൊക്കെ പഞ്ചിങ് സിസ്റ്റം ഉണ്ട്. പക്ഷെ പഞ്ചിങ്ങും അതൊക്കെ അതിൻ്റെതായ രീതിയിൽ കറക്റ്റ് ആണോ എന്നൊക്കെ നോക്കുക. മീൻസ് നമുക്കറിയാലോ, ഇത്ര മണിക്ക് ഇപ്പൊ ഒരു ബിസിനസ്സിൽ നമ്മൾ ജോലി ചെയ്യുകയാണെങ്കിൽ അവിടെ എത്തേണ്ട സമയം ഇത്ര മണിക്ക് അതിന്റെ ഉള്ളിൽ കയറിയിരിക്കണമെന്നാണ്. പഞ്ചിങ്ങിൽ നമുക്കത് കറക്റ്റ് ആയിട്ട് ആ കറക്റ്റ് ടൈം അവിടെ ചെയ്ത് കാണിക്കും. ഓക്കെ, പണ്ടൊക്കെ ഇതൊക്കെ ചെയ്തിരുന്ന മനുഷ്യന്മാർ അവരവിടെ ഇരിക്കും, റെക്കോർഡ് ബുക്ക് വെച്ചിട്ടുണ്ടാവും. കമ്മിങ് ഇൻസൈഡിലേക്ക് വരുന്ന ഒരു ടൈം നമ്മൾ എഴുതുന്നു, ഒപ്പിടുന്നു. നമ്മൾ ഇറങ്ങുന്ന സമയവും എഴുതുന്നു, ഒപ്പിടുന്നു. ഓക്കെ,
ആ ഒരു ടൈം കീപ്പിങ്ങിന് ബുക്കുകളായിരുന്നു, റെക്കോർഡ്സ് ബുക്കുകളായിരുന്നു അതിന് ഉണ്ടായിരുന്നത്. ഇന്നത് മാറി, ടെക്നോളജി ഡെവലപ്ഡ് ആയി, എന്ന മനുഷ്യന് ഇതൊന്നും എഴുതാൻ പോലും നേരമില്ല, വിരലം വെച്ചു കൊടുക്കാം, എല്ലാം വിരൽ തുമ്പിലായല്ലോ. അതുകൊണ്ട് ഇനി ഇതിന്റേതായിട്ടൊരു കുറവ് വേണ്ട, അവിടെയും കിടക്കട്ടെ ഒരു വിരൽ തുമ്പ്. ഓക്കെ, സോ ടൈം കീപ്പിംഗ്. അപ്പൊ എംപ്ലോയീസിന്റെ ടൈം കീപ്പിംഗ് റെക്കോർഡ് ചെയ്യാനുള്ള ഒരു ക്ലറിക്കൽ റോൾ നമ്മുടെ പേഴ്സണൽ മാനേജർക്കുണ്ട്. നെക്സ്റ്റ് വൺ സാലറി, വേജസ്, അഡ്മിനിസ്ട്രേഷൻ, അങ്ങനെയുള്ള കാര്യങ്ങൾ. അതായത് നമ്മളുടെ സാലറിയും വേജസും ഒക്കെ അഡ്മിനിസ്ട്രേറ്റ് ചെയ്യുന്നത്, അതുപോലെ ഇൻസെന്റീവ്സ്, എംപ്ലോയീസിന് കൊടുക്കേണ്ട ശമ്പളോ കൂലിയോ അതൊക്കെ കൃത്യമായി മാനേജ് ചെയ്യുക. അതൊക്കെ എത്രയാണെന്ന് അതിനകത്ത് ചിലപ്പോൾ ലീവൊക്കെ എടുത്തിട്ടുണ്ടെങ്കിൽ അതൊക്കെ എത്രയാണെന്നൊക്കെ മനസ്സിലാക്കി കൊടുക്കണം. കാരണം ഓരോരോ ടൈം കീപ്പിങ്ങിന്റെ ആള്. അപ്പൊ ടൈം കീപ്പിംഗ് ഇങ്ങോട്ട് ആയതുകൊണ്ട് ഏതെങ്കിലും എംപ്ലോയീസ് ഒക്കെ ഏതെങ്കിലും ദിവസമൊക്കെ എന്താ പറയാ ലീവ് ആയിട്ടുണ്ടെങ്കിൽ അത്തരം ഇതൊക്കെ മാനേജ്മെന്റിന്റെ ശ്രദ്ധയിൽപ്പെടുത്തണം. അപ്പൊ ആ ലീവൊക്കെ ചിലപ്പോൾ ലീവൊക്കെ കട്ട് ചെയ്യുന്നതൊക്കെ ഉണ്ടാവും. അതുപോലെ തന്നെ എന്തെങ്കിലും എക്സ്ട്രാ ഇൻസെന്റീവ്സ് ഒക്കെ പ്രൊവൈഡ് ചെയ്യാന്നുണ്ടെങ്കിൽ അതൊക്കെ മാനേജ് ചെയ്യേണ്ടത് നമ്മുടെ പേഴ്സണൽ മാനേജറുടെ ക്ലറിക്കൽ റോൾ വരുന്നതാണ്. ആൻഡ് മെയിൻ്റനൻസ് ഓഫ് റെക്കോർഡ്സ്, പല റെക്കോർഡുകൾ ഏതെങ്കിലും തരത്തിൽ എംപ്ലോയീസ് റിലേറ്റഡ് ആയിട്ടുള്ള റെക്കോർഡ്സ് കീപ്പ് ചെയ്യേണ്ടതും പേഴ്സണൽ മാനേജറാണ്. റെക്കോർഡ്സ് പലതിന്റെയും എന്തെങ്കിലുമൊക്കെ എഴുതി സൂക്ഷിക്കേണ്ടതോ ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ കൃത്യമായി എഴുതി സൂക്ഷിക്കുക, അല്ലെങ്കിൽ മെയിൻറ്റെയിൻ ചെയ്യണം. ഓക്കെ, ആൻഡ് ഹ്യൂമൻ എഞ്ചിനീയറിംഗ്, മാൻ മെഷീൻ റിലേഷൻഷിപ്പ് ആണ്. ഹ്യൂമൻ എഞ്ചിനീയറിംഗ് എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മളുടെ ബിസിനസ് ഓർഗനൈസേഷനിൽ while we are working, the machines which are used by the employees, അവരുമായിട്ട് ബന്ധപ്പെട്ടിട്ട് അവർ യൂസ് ചെയ്യുന്ന മെഷീൻസ് അതൊക്കെ കറക്റ്റ് ആയിട്ട് എന്താ പറയാ ഓപ്പറബിൾ കണ്ടീഷൻസിലാണോ, വർക്കിംഗ് കണ്ടീഷനിലാണോ, അല്ലാണ്ട് അതൊക്കെ കേടുപാടൊക്കെ വന്നെടുക്കാണല്ലോ, അയ്യോ ഇതൊക്കെ കേടായിരിക്കാം, അതവിടെ എനിക്ക് ജോലി ചെയ്യണ്ട എന്ന് പറഞ്ഞ് മടി പിടിച്ച് എന്താ പറയാ മാറിയിരിക്കും എംപ്ലോയീസ്. കാരണം അവര് ഓപ്പറേറ്റ് ചെയ്യുന്ന അവർ ഉപയോഗിക്കേണ്ട മെഷീൻ ഒന്നും വർക്ക് ചെയ്യുന്നില്ല. അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാക്കി കൊടുക്കാൻ പാടില്ല. അപ്പൊ എന്ത് ചെയ്തോളണം, എല്ലാ ദിവസവും എല്ലാ മെഷീൻസും ഒക്കെ എംപ്ലോയീസ് പ്രവർത്തിപ്പിക്കുന്ന മെഷീൻസ്, ആ മെഷീൻസ് ഒക്കെ ഓപ്പറബിൾ കണ്ടീഷൻസിലാണ്, അതെല്ലാം വർക്കിംഗ് കണ്ടീഷനിലാണ് എന്നുള്ളത് മനസ്സിലാക്കണം. അത് എത്രത്തോളം ഉണ്ട്, അതൊക്കെ കൃത്യമായിട്ട് അവർ ഉപയോഗിച്ച് നല്ല രീതിയിൽ തന്നെയാണോ അത് ഉപയോഗിക്കുന്നത് എന്നൊക്കെ നോക്കേണ്ടതും മാനേജ് ചെയ്യുന്നതും പേഴ്സണൽ മാനേജർ തന്നെയാണ്. ഓക്കെ, സോ ദീസ് ആർ ദ ക്ലറിക്കൽ റോൾസ് ഓഫ് പേഴ്സണൽ മാനേജർ. പേഴ്സണൽ മാനേജറുടെ ക്ലറിക്കൽ റോൾസ് ആണോ നമ്മളിപ്പോ കണ്ടത്? ക്ലിയർ ആയോ? ക്ലറിക്കൽ റോൾസ് മനസ്സിലായോ? ഓക്കെ, കേൾക്കണ്ടോ? പറയുന്നത് കേൾക്കണല്ലേ? ഓക്കെ, ആൻഡ് ലാസ്റ്റ് വൺ, അടുത്തത് ഫയർ ഫൈറ്റിംഗ് ലീഗൽ റോൾ ആണ്. ഇനി അടുത്ത എന്താ നോക്കാം, നമ്മുടെ പേഴ്സണൽ മാനേജറുടെ 4ാമത്തെ ക്ലാസിഫിക്കേഷൻ ആയ ഫയർ ഫൈറ്റിംഗ് ലീഗൽ റോളിൽ വരുന്നത് ഒന്നാമത്തേത് ഗ്രീവാൻസ് ഹാൻഡ്ലിംഗ്. ഗ്രീവാൻസ് എന്ന് പറഞ്ഞാൽ എന്താ? ഡിസാറ്റിസ്ഫാക്ഷൻ ഓർ ഡിസ്കണ്ടന്റ്മെന്റ്. അതായത് എംപ്ലോയീസിന് ഓർഗനൈസേഷനിൽ വർക്ക് ചെയ്യുമ്പോൾ ആ ഓർഗനൈസേഷന്റെ ജോലിയുമായി ബന്ധപ്പെട്ടോ അവരുടെ ഓർഗനൈസേഷന്റെ മാനേജ്മെന്റുമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ വർക്കേഴ്സ് തമ്മിലോ ഉണ്ടാകാവുന്ന ചില തൃപ്തിക്കുറവ്, താല്പര്യക്കുറവ്, ഇതാണ് നമ്മള് ഗ്രീവൻസ്. അങ്ങനെ എംപ്ലോയീസിന്റെ ഇടയിൽ വന്നാൽ അത് ഇറ്റ് വിൽ റിഫ്ലക്ട് ഇൻ ദയർ ജോബ്. ഇപ്പൊ നമ്മൾ കൂടെ ജോലി ചെയ്യുന്ന ആളുകളുടെ ഇടയിൽ ആ ജോലിക്കാരുമായിട്ട് നമുക്ക് നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ പറ്റുന്നില്ല. എപ്പോഴും അങ്ങോട്ട് കൊണ്ടൊക്കെ വഴക്കോ അല്ലെങ്കിൽ ബഹളോ അല്ലെങ്കിൽ എന്താ പറയാ മുഖത്ത് നോക്കാതെയോ അല്ലെ, ഒരു കോപ്പറേഷൻ ഇല്ല, ഒരു സഹകരണവും ഇല്ല, പരസ്പരം അങ്ങോട്ടും കൊണ്ട് എപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ട് നോക്കാതെ ആരെയും ഗവനിക്കാതെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടന്നു കഴിഞ്ഞാൽ രസമുണ്ട് അല്ലെ, എന്തെങ്കിലും ഉപയോഗം ഉണ്ടാവും. അങ്ങനെ എപ്പോഴും എല്ലാവരും നല്ല ഹാർമോണിക് ഒരു എൻവയോൺമെന്റ് ആണ് ഒരു ഓർഗനൈസേഷനിൽ സൃഷ്ടിക്കേണ്ടത്. എംപ്ലോയീസ് പരസ്പരം ഇപ്പോൾ നല്ല രീതിയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക, അപ്പോഴാണ് ഒരു സ്മൂത്ത് ആയിട്ട് അത് ഫംഗ്ഷൻ ചെയ്യുന്നത്. പക്ഷെ ചില ഓർഗനൈസേഷനിൽ ചിലപ്പോഴൊക്കെ ഇത്തരം വിതർച്ചകളും അല്ലെങ്കിൽ ഇതൊക്കെ ഉണ്ടാവും. അത് നമ്മളുടെ ജോലിയിൽ അത് റിഫ്ലക്ട് ചെയ്യും അല്ലെ, എപ്പോഴും അത് മനസ്സിലേക്ക് നടക്കാണല്ലോ. അപ്പൊ നമ്മളുടെ എന്താ പറയാ നല്ല മൈൻഡോടെ നമുക്ക് ആ ജോലി ചെയ്യാൻ പറ്റില്ല. മൈൻഡ് ഈസ് നോട്ട് ക്ലിയർ. നമ്മുടെ മൈൻഡ് അത്രയും ഡിപ്രസ്ഡ് ആകുക അല്ലെങ്കിൽ ദേഷ്യവും അങ്ങനത്തെ കുറെ സാധനങ്ങളൊക്കെ നിറച്ചിങ്ങനെ വെച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ ജോലിയിൽ കൃത്യമായിട്ട് എടുത്തു കാണിക്കും. അപ്പൊ അത്തരം ഗ്രീവാൻസുകൾ എംപ്ലോയീസിന്റെ ഇടയിൽ ഉണ്ടെങ്കിൽ അതൊക്കെ കണ്ടെത്തി അത് കൃത്യമായി നല്ല രീതിയിൽ അതിനെ ഹാൻഡിൽ ചെയ്യേണ്ടത് പേഴ്സണൽ മാനേജറാണ്. എന്താണ് പ്രശ്നം എന്ന് അന്വേഷിച്ച് അറിഞ്ഞ് റിസർച്ച് ഒക്കെ നടത്തി അത്തരം പോരായ്മകൾ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഇല്ലാതാക്കാനായിട്ടുള്ള വേണ്ട വഴികൾ ഒരുക്കണം. അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ മാനേജ് ചെയ്യണം നമ്മുടെ പേഴ്സണൽ മാനേജർ. നെക്സ്റ്റ് വൺ, സെറ്റിൽമെന്റ് ഓഫ് ഡിസ്പ്യൂട്ട്സ് എമംഗ് ദ വർക്കേഴ്സ് ആകാം, ഡിസ്പ്യൂട്ട്സ് എമംഗ് ദ എംപ്ലോയർ എംപ്ലോയി ഒക്കെ തമ്മിലുള്ള എന്തെങ്കിലും തർക്കത്തിൽ ചെല്ലില്ല, പക്ഷെ ഇൻഡയറക്ട്ലി പല രീതിയിലും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ
അല്ലെങ്കിൽ ജോലിക്കാർ തമ്മിലൊക്കെ ഡിസ്പ്യൂട്ട്സ് തർക്കങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒരു പരിധി വരെയൊക്കെ സെറ്റ് ചെയ്യേണ്ടത് പേഴ്സണൽ മാനേജർ ആണ്. Then handling disciplinary action, അച്ചടക്ക നടപടികളൊക്കെ കൃത്യമായിട്ട് ഹാൻഡിൽ ചെയ്യണം. Employees while working in an organization, they have to follow the disciplinary actions which is formulated by the organization. എല്ലാ ബിസിനസ് ഓർഗനൈസേഷനും അതിൻ്റെതായ ഒരു അച്ചടക്ക നിയമങ്ങളൊക്കെ ഉണ്ട് അല്ലെ, പാലിക്കേണ്ടതായ അച്ചടക്ക നിയമം. തോന്നിയ പോലെയൊക്കെ ഓർഗനൈസേഷനിൽ വന്ന് ജോലിക്ക് വരാൻ പറ്റുമോ? ഇല്ല. അവിടുത്തെ നിയമങ്ങൾക്ക് അനുസൃതമായാണ് നമ്മൾ നമ്മുടെ ജോലി ചെയ്യേണ്ടത്. ഞാൻ ഇങ്ങനെയൊന്നുമല്ല, എന്റെ വീട്ടിൽ ഞാൻ ഇങ്ങനെയാന്ന് പറഞ്ഞിട്ട് അവിടെ അതുപോലെയൊക്കെ പ്രവർത്തിപ്പിക്കാൻ പറ്റുമോ? ഇല്ല. അവിടെ ഒരു ഡിസിപ്ലിൻ ഉണ്ട്. ആ ഡിസിപ്ലിൻ എല്ലാവരും ഫോളോ ചെയ്യണം. അത് ഇമ്പോർട്ടന്റ് ആണ്. അത് എല്ലാവരും കറക്റ്റ് ആയി ഫോളോ ചെയ്യുന്നുണ്ടോ അതിനെ കൃത്യമായി ഹാൻഡിൽ ചെയ്യേണ്ടത് പേഴ്സണൽ മാനേജറാണ്. And the last one is collective bargaining. Collective bargaining എന്ന് പറയുമ്പോൾ bargaining regarding their wages, salaries, their working hours, working conditions. Okay. ഇങ്ങനെ സംബന്ധമായിട്ടുള്ള കളക്റ്റീവ് ബാർഗൈനിങ് എന്ന് പറഞ്ഞാൽ എല്ലാ എംപ്ലോയീസും കൂട്ടത്തോടെ മാനേജ്മെന്റിന് എന്താ പറയാ ആവശ്യപ്പെടുന്ന ചില വിലപേശലുകളാണ്. മാനേജ്മെന്റ് ചിലപ്പോ ശരിയായ രീതിയിൽ ഇവരെ പരിഗണിക്കാതെ ഇവർക്ക് കൊടുത്ത വാഗ്ദാനങ്ങളൊന്നും നിറവേറ്റാതെയൊക്കെ വരുമ്പോ എംപ്ലോയീസ് ഒറ്റക്കെട്ടായി നിൽക്കും. അപ്പൊ അവര് എന്താ പറയാ മാനേജ്മെന്റിന് എഗൻസ്റ്റ് ആയിട്ട് ചില കാര്യങ്ങളൊക്കെ ഉന്നയിക്കും. അതിനെയാണ് നമ്മൾ കളക്റ്റീവ് ബാർഗൈനിങ് എന്ന് പറയാം. ഇറ്റ് മേ ബി റിഗാർഡിങ് ചിലപ്പോ അവരുടെ കൂലി പറഞ്ഞപ്പോ ഓഫർ ചെയ്ത് ഇതായിരുന്നു വേജസ്, പക്ഷെ അത്രയും തരുന്നില്ല. സാലറി ഇത്ര ഓഫർ ചെയ്തിരുന്നു, പക്ഷെ അത്രയും തരുന്നില്ല. നമ്മുടെ വർക്കിംഗ് കണ്ടീഷൻസ് ഭയങ്കര മോശമാണ്. ഇവിടെ ഇരുന്നൊന്നും ജോലി മര്യാദയ്ക്ക് ചെയ്യാൻ പറ്റുന്നില്ല, അത്രയും മോശം അവസ്ഥയാണ് ഇവിടെ എന്നൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ എല്ലാവരും കൂടി ഒരുമിച്ചാണ് എന്ത് ചെയ്യുന്നത്, മാനേജ്മെന്റിനെ അറിയിക്കുന്നത്. അതൊക്കെയാണ് ഇത് കളക്റ്റീവ് ബാർഗൈനിങ് എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? ലീഗൽ റോൾ, ഫയർ ഫൈറ്റിംഗ് ലീഗൽ റോളിൽ വരുന്നതെല്ലാം മനസ്സിലായോ? സോ ഈ ഒരു ബോക്സ് അങ്ങനെ തന്നെ നമ്മൾ പഠിച്ചേക്കണം. അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. പേഴ്സണൽ മാനേജറിന്റെ റോൾസ് ഏതൊക്കെയാണെന്ന് ചോദിക്കാം. ഇനി അതിനകത്ത് ക്ലറിക്കൽ റോളിൽ വരുന്നത് ഏതൊക്കെയാണ് താഴെ പറയുന്നത് എന്ന് ചോദിക്കാം. അല്ലെങ്കിൽ പേഴ്സണൽ റോളിൽ വരുന്നതിൽ ഏതൊക്കെയാണെന്ന് ചോദിക്കാം. ആ റോള് അങ്ങോട്ട് മാറിപ്പോകരുത്. ആ റോൾസ് ഓരോന്നും അങ്ങനെ ആണ് അതിനെ ഇങ്ങനെ ക്ലാസിഫൈ ചെയ്ത് വെച്ചിരിക്കുന്നത്. പേഴ്സണൽ റോളില് തൊഴിൽ ബന്ധപ്പെട്ടത്, അവരുടെ വെൽഫെയറുമായി ബന്ധപ്പെട്ട എംപ്ലോയീസിന്റെ അവരുടെ സൗകര്യങ്ങൾ, അവരുടെ വെൽഫെയറിന് വേണ്ടിയിട്ടുള്ള സൗകര്യങ്ങളാണ് വെൽഫെയർ റോളിൽ വരുന്നത്. ക്ലറിക്കൽ ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നതാണ് ക്ലറിക്കൽ റോളിൽ വരുന്നത്. പിന്നെ കുറച്ച് ലീഗൽ ആയിട്ടുള്ള കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന എംപ്ലോയീസിന്റെ തർക്കങ്ങളും പ്രോബ്ലംസും പരിഹരിക്കുന്നതുമായി ബന്ധപ്പെട്ടതാണ് ലീഗൽ റോൾ, ഫയർ ഫൈറ്റിംഗ് ലീഗൽ റോളിൽ വരുന്നത്. ക്ലിയർ ആണല്ലോ? അടുത്തതിലേക്ക് പോകട്ടെ. യെസ്, നെക്സ്റ്റ് വൺ പേഴ്സണൽ മാനേജ്മെന്റ് പ്രോസസ് ഇൻ ഓർഗനൈസേഷൻ. കുറച്ച് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പേഴ്സണൽ മാനേജ്മെന്റ്, അതായത് നമ്മുടെ തൊഴിലുമായി ബന്ധപ്പെട്ട് അതിനെയൊക്കെ മാനേജ് ചെയ്യുന്ന ചില പ്രോസസ്സുകളുണ്ട്. ആൻഡ് ഇറ്റ് ഈസ് ക്ലാസിഫൈഡ് ഇൻ ടു 8 തരത്തിലുള്ള പേഴ്സണൽ മാനേജ്മെന്റ് പ്രോസസ്സുകളുണ്ട്. ഈ 8 പ്രോസസ്സുകളും ഇമ്പോർട്ടന്റ് ആണ്. സിമ്പിൾ ആണ് പഠിക്കാൻ. നിങ്ങൾക്ക് 8 പഠിക്കണമെന്ന് വിചാരിക്കേണ്ട. അതും നമുക്ക് ഇതുപോലെ കണക്ട് ചെയ്ത് ഓരോന്ന് എങ്ങനെയാണ് എന്നുള്ളത് കണക്ട് ചെയ്ത് പഠിക്കാൻ പറ്റും. ഓക്കെ, സോ ലെറ്റ്സ് സീ വിച്ച് ആർ ദ മേജർ പേഴ്സണൽ മാനേജ്മെന്റ് പ്രോസസ് ഇൻ ഓർഗനൈസേഷൻ. ഫസ്റ്റ് വൺ ലീഡർഷിപ്പ് പ്രോസസ് ആണ്. ലീഡർഷിപ്പ് എന്ന് പറയുമ്പോൾ ലീഡർഷിപ്പ് പ്രോസസ്സിനകത്ത് ഇൻക്ലൂഡ് ചെയ്യുന്നത് ഇൻഫ്ലുവൻസിങ് ദ ഇൻഡിവിജ്വൽ ആൻഡ് ഗ്രൂപ്പ് ബിഹേവിയർ ടുവേർഡ്സ് ദ അച്ചീവ്മെന്റ് ഓഫ് ഓർഗനൈസേഷണൽ ഗോൾസ്. ഓർഗനൈസേഷന്റെ ലക്ഷ്യം നേടിയെടുക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യണം? എല്ലാ എംപ്ലോയീസും ഗ്രൂപ്പായിട്ടും ഒറ്റക്കായിട്ടും ഒറ്റക്കെട്ടായിട്ടും എന്ത് ചെയ്യണം? ജോലി ചെയ്യണം എന്നുള്ളതാണ് നമ്മുടെ ലീഡർഷിപ്പ് പ്രോസസ് പറയുന്നത്. മനസ്സിലായപ്പോൾ പേഴ്സണൽ മാനേജ്മെന്റിന്റെ പ്രോസസ്സിനകത്ത് ഏറ്റവും ഒന്നാമത്തേതാണ് ലീഡർഷിപ്പ് പ്രോസസ്. അപ്പൊ നമ്മൾ ഒറ്റയ്ക്ക് ഇപ്പൊ ഒരു ലീഡർ എന്നുള്ള രീതിയിൽ ഞാനും എന്നോടൊപ്പം തന്നെ മേജർ പേഴ്സണൽ മാനേജ്മെന്റ് പ്രോസസ്. മാനേജർ അല്ല, മേജർ, മുഖ്യമായ, പ്രധാനപ്പെട്ട എന്നൊക്കെ അർത്ഥം. മനസ്സിലായ? ഹെഡിങ്ങിലാണോ ചോദിച്ചത്? മാനേജറിനാണോ നിങ്ങളുടെ എഴുതിയിരിക്കുന്നത്? എങ്ങനാ ഈ മേജർ എന്നുള്ളത് മാനേജർ ആയ? മാനേജർ ഇല്ല അവിടെ. മാനേജർ ഒന്നില്ലല്ലോ, ഇവിടെ ഡിസ്പ്ലേ ചെയ്തിരിക്കുന്നതിലില്ലല്ലോ. മാനേജർ ഇല്ല. വെട്ടിയിട്ട് എവിടുന്ന മാനേജർ കയറി വന്നേവോ?
മേജർ പേഴ്സണൽ മാനേജ്മെന്റ് പ്രോസസ് ഇൻ ഓർഗനൈസേഷൻ ആണ് കേട്ടോ. ഓക്കെ, അത് അങ്ങനെ വെട്ടിയിരിക്കും. മാനേജർ എവിടെ കിടക്കുന്നത് വെച്ചാൽ മാനേജറിന് വെട്ടിയിട്ടുണ്ട്. അത് നമ്മുടെ പേഴ്സണൽ മാനേജ്മെന്റ് ഇല്ലേ, തൊഴിലാളികളൊക്കെ മാനേജ് ചെയ്യുന്നതിന്റെ പ്രധാനപ്പെട്ട പ്രോസസ്സുകളാണ് ഉദ്ദേശിക്കുന്നത്. അതിലൊന്നാമത്തെ ലീഡർഷിപ്പ് പ്രോസസ് ആണ്. അപ്പൊ ഒരു ബിസിനസ് ഓർഗനൈസേഷന്റെ ഗോൾസ് അച്ചീവ് ചെയ്യാനായിട്ട് ഞാൻ എന്ത് ചെയ്യണം? ഒറ്റയ്ക്കും നമ്മൾ ഒപ്പം നിന്നും. ഞാൻ നേരത്തെ പറഞ്ഞു, ഒരു ബിസിനസ് ഓർഗനൈസേഷനിൽ ഒരാൾ മാത്രം 100% കമ്മിറ്റ്മെന്റോടെ 100% എന്താ പറയാ ഓർഗനൈസേഷനോട് ചേർന്ന് നിന്നുകൊണ്ട് എല്ലാ കാര്യങ്ങളും ചെയ്തതുകൊണ്ട്, ആളുടെ ഫുൾ എഫേർട്ട് എടുത്ത് ചെയ്തതുകൊണ്ട് കാര്യമില്ല. എല്ലാവരും ടീമായിട്ട് ഒറ്റക്കെട്ടായിട്ട് നിന്നും ഒറ്റയ്ക്കും എന്ത് ചെയ്യണം? ആ ഓർഗനൈസേഷന്റെ ഗോൾസ് അച്ചീവ് ചെയ്യാൻ വേണ്ടി എടുക്കണം. അത് ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ആ ഒരു പ്രോസസ്. അതിന് വേണ്ടിയിട്ട് അവരെല്ലാവരെയും ഇൻഫ്ലുവൻസ് ചെയ്യുക. ആരെ? എംപ്ലോയീസിനെ ഇൻഡിവിജ്വലി ആൻഡ് ഗ്രൂപ്പായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് എന്ത് വിളിക്കുക? നമ്മള് ലീഡർഷിപ്പ് പ്രോസസ് എന്ന് വിളിക്കുക. അപ്പൊ പേഴ്സണൽ മാനേജ്മെന്റ് എന്ന് പറഞ്ഞാൽ തൊഴിലാളികളൊക്കെ മൊത്തത്തിൽ മാനേജ് ചെയ്യുന്നതാണ്. അപ്പൊ അതിന് വേണ്ടിയിട്ട് എല്ലാ എംപ്ലോയീസിനെയും ഒരുമിച്ചും ഒറ്റയ്ക്കും അവരെ ഇൻഫ്ലുവൻസ് ചെയ്യാം. അതിന് വേണ്ടിയിട്ടുള്ള ഒരു ക്വാളിറ്റി, അതാണ് ലീഡർ എന്ന് പറഞ്ഞാൽ ആരാ? എന്റെ നേതൃത്വത്തിൽ എല്ലാവരെയും ഒരുമിപ്പിച്ച് നിർത്തിയിട്ട് എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുക, അതാണ് ലീഡർ. അപ്പൊ നമ്മളുടെ നേതൃത്വത്തില് നമ്മളുടെ കൂടെയുള്ള എല്ലാ വർക്കേഴ്സിനെയും എംപ്ലോയീസിനെയും ഒറ്റയ്ക്കും അതുപോലെ തന്നെ എല്ലാവരെയും ചേർത്തും നിർത്തിയിട്ട് എല്ലാവരെയും ഇൻഫ്ലുവൻസ് ചെയ്ത് ഓർഗനൈസേഷന്റെ ഗോൾസ് നേടിയെടുക്കുക. അതാണ് ലീഡർഷിപ്പ് പ്രോസസ്. ലീഡർഷിപ്പ് പ്രോസസ് അണ്ടർലൈൻ ചെയ്യാം കേട്ടോ. അതിനകത്ത് നിങ്ങൾക്ക് ഇൻഡിവിജ്വൽ ആൻഡ് ഗ്രൂപ്പ് ബിഹേവിയർ, അത് ആ ഒരു ഫ്രേസ് നിങ്ങൾ നോട്ട് ചെയ്താൽ മതി. അപ്പോഴാണ് നിങ്ങൾക്ക് ലീഡർഷിപ്പ് പ്രോസസ് എന്ന് പറയുന്ന ആ ഒരു പ്രോസസ്സിനെ കുറിച്ചുള്ള കാര്യം മനസ്സിലാക്കാൻ പറ്റും, ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുക കേട്ടോ. ലീഡർഷിപ്പ് പ്രോസസ്, ഇൻഡിവിജ്വൽ ആൻഡ് ഗ്രൂപ്പ് ബിഹേവിയർ. നെക്സ്റ്റ് വൺ ജസ്റ്റിസ് ഡിറ്റർമിനേഷൻ പ്രോസസ് ആണ്. അടുത്തത് എന്താ? ജസ്റ്റിസ് ഡിറ്റർമിനേഷൻ. എന്താ ജസ്റ്റിസ് എന്ന് പറഞ്ഞാൽ? നീതി, ന്യായം തീരുമാനിക്കുന്ന ചില പ്രോസസ്. ഇവിടെ എന്താ ന്യായം? അന്യായം എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ചില ആളുകളുടെ നേരെ അന്യായം കാണിക്കാന്ന് പറഞ്ഞാൽ നീതി കാണിക്കാതിരിക്കുക, അല്ലെ? ചിലരെ എന്താ പറയാ പരിഗണിക്കാതിരിക്കുക, ചിലരൊരു പ്രത്യേക രീതിയിൽ ചിലരോട് മാത്രം പെരുമാറുക, അങ്ങനെ പാടില്ല. ജസ്റ്റിസ് മീൻസ് ഈക്വൽ എന്നാണ്. ഈക്വൽ ട്രീറ്റ്മെന്റ് ടു ഓൾ, ഫെയർ കോമ്പൻസേഷൻ ടു ഓൾ. എല്ലാവരെയും തുല്യരായി കാണുക, എല്ലാവർക്കും അവരർഹിക്കുന്ന റീസണബിൾ ആയിട്ടുള്ള അവരുടെ കോമ്പൻസേഷൻ, അവരുടെ റിവാർഡ്, അവരുടെ പ്രതിഫലം പ്രൊവൈഡ് ചെയ്യുക. അവർ ചെയ്യുന്ന ജോലിക്ക് കൃത്യമായി അവർ അർഹിക്കുന്ന കൂലി കൊടുക്കുക, എല്ലാവരെയും ഈക്വൽ ആയിട്ട് ട്രീറ്റ് ചെയ്യുക, അല്ലെ? നമുക്കറിയാം, ഒരു ബിസിനസ് ഓർഗനൈസേഷനിൽ എംപ്ലോയീസ് ആണെങ്കിൽ they have to be treated as human. എല്ലാവരും മനുഷ്യരാണ്, അല്ലെ? ഏതെങ്കിലും ടോപ്പ് ലെവലിൽ ഇരുന്ന് ജോലി ചെയ്യുന്നവർ മാത്രമാണ് ജോലി പെർഫെക്റ്റ് ആയി ചെയ്യുന്നുള്ളൂ. താഴെ തട്ടിലുള്ളവര് കഷ്ടപ്പെട്ട് ജോലി ചെയ്യുന്നവരെ ആ ജോലി ഇവിടെ പരിഗണിക്കുന്നില്ല, ഞങ്ങൾ നന്നായി ചെയ്തത് കൊണ്ടാണ് ബിസിനസ് ഡെവലപ്പ് ആയത് എന്ന് ചിന്തിക്കാൻ പാടില്ല. എല്ലാവരുടെയും ടീം വർക്കാണ് ഒരു ബിസിനസിനെ സക്സസ്സിലേക്ക് നയിക്കുക, അല്ലെ? അപ്പൊ ഈച്ച് ആൻഡ് എവറി ഓരോ ഇൻഡിവിജ്വലിന്റെയും എഫേർട്ട്, കമ്മിറ്റ്മെന്റ് ഒക്കെ ആ ഒരു ബിസിനസ്സിനകത്ത് ഉണ്ട്. അതാണ് അതിനെ വിജയത്തിലേക്ക് നയിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഈക്വൽ ഇമ്പോർട്ടൻസ് കൊടുക്കണം. ഏതെങ്കിലും ഒരു വിഭാഗം ജോലിക്കാരില്ലെങ്കിൽ അവിടുത്തെ പ്രവർത്തനം നടക്കില്ല, അവിടുത്തെ ജോലി നടക്കില്ല. ആ ജോലി നടന്നില്ലെങ്കിൽ ബാക്കിയുള്ള മറ്റതും പല ജോലികളും അവിടെ സ്റ്റക്ക് ആവും, ഇല്ലേ? അങ്ങനെയല്ലേ? അങ്ങനെയാണോ ഒന്നും ചിന്തിച്ചു നോക്കിയേ. ഏതെങ്കിലും ഒരു വിഭാഗമില്ല, ആ വിഭാഗത്തിൽ ജോലി ചെയ്യുന്ന അത്രയും ദിവസം ചെയ്തുകൊണ്ടിരുന്ന ആളുകൾ പെട്ടെന്ന് കുറച്ച് ദിവസത്തേക്ക് അവരുടെ ചിലപ്പോൾ അവകാശങ്ങൾ അവർക്ക് നേടിയെടുക്കാൻ പറ്റാത്തത് കൊണ്ടോ എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ട് അവരൊന്ന് സ്ട്രൈക്ക് ചെയ്തെന്ന് വിചാരിക്കും. അവര് ജോലി ചെയ്യുന്നില്ല എന്ന് പറഞ്ഞ് സമരം ചെയ്തു. അത് നടന്നില്ല എങ്കിൽ ബാക്കിയുള്ള പ്രൊസീജിയേഴ്സ് കൃത്യമായി നടക്കുമോ? ഇല്ല, നടക്കില്ല. അവിടെയൊക്കെ എന്തെങ്കിലും അവർക്ക് സ്റ്റക്കായി നിൽക്കും. അപ്പൊ ഒരു ഓർഗനൈസേഷന്റെ സക്സസിന് എന്താ പറയാ, എല്ലാ എംപ്ലോയീസിന്റെയും പാർട്ടിസിപ്പേഷൻ ഇമ്പോർട്ടന്റ് ആണ്. So each and every individuals or employees have to be treated fair and equal, and also to be provided fair compensation for their work. അവർ ചെയ്യുന്ന ജോലിക്ക് ഫെയർ ആയിട്ടുള്ള അവർക്ക് അർഹിക്കുന്ന കൂലിയാണ് കൊടുക്കുക. പട്ടി പോലെ പണിയെടുപ്പിച്ചിട്ട് കൊടുക്കാൻ ഉദ്ദേശിച്ചിരിക്കുന്ന കൂലി പോലും കൊടുക്കാതെ അതിലും എന്താ പറയാ കുറയ്ക്കലുകൾ നടത്തുക, റിഡക്ഷൻസ് നടത്തുക, അത് ശരിയായ ഏർപ്പാടല്ല. ഓക്കെ, അതുകൊണ്ട് ജസ്റ്റിസ് ഡിറ്റർമിനേഷനിൽ നിങ്ങൾക്ക് ഏറ്റവും നന്നായി ഓർത്തിരിക്കാൻ പറ്റുന്ന വേർഡ് ഇതാണ്, അല്ലെങ്കിൽ ഫ്രേസ് ഇതാണ്, ഈക്വൽ ട്രീറ്റ്മെന്റ് ഓൾ. അത് അണ്ടർലൈൻ ചെയ്താൽ, അത് അണ്ടർലൈൻ ചെയ്യാനല്ല, ഫുൾ ഉണ്ട്. ജസ്റ്റിസ് ഡിറ്റർമിനേഷൻ പ്രോസസ്സിനെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഒരു ഐഡിയ പറഞ്ഞാൽ എന്താ, ഈക്വൽ ട്രീറ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ ആ ഒരു ഫ്രേസ് ഓർത്താൽ മതി. ക്ലിയർ ആയോ? ലീഡർഷിപ്പ്
പ്രോസസ്സിനകത്ത് പറഞ്ഞു ഞാൻ ഇൻഡിവിജ്വൽ ആൻഡ് ഗ്രൂപ്പ് ബിഹേവിയർ എന്ന് പറയുന്ന ആ ഫ്രേസ് ഓർക്കുക. ജസ്റ്റിസ് ഡിറ്റർമിനേഷനകത്ത് നമുക്ക് ഈക്വൽ ട്രീറ്റ്മെന്റ് ടു ഓൾ, ഫെയർ കോമ്പൻസേഷൻ, അതൊക്കെ ഓർത്താലും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഓക്കെ, നെക്സ്റ്റ് വൺ ടാസ്ക് സ്പെഷ്യലൈസേഷൻ പ്രോസസ് ആണ്. ടാസ്ക് അത് അടുത്ത പോയിന്റിന്റെ കൂടെ പോയിന്റ് ആയിട്ടല്ല, ആ സെന്റൻസിന്റെ കൂടെ ആയിപ്പോയി കിടക്കുന്നത് എന്റെ ബുക്കില്. നിങ്ങളുടെ എങ്ങനെയാണെന്ന് എനിക്കറിയില്ല, താഴെയായിട്ട് എഴുതിയിട്ടുണ്ടോന്ന് അറിയില്ല. എന്തായാലും അതൊരു പോയിന്റ് ആണ്, ടാസ്ക് സ്പെഷ്യലൈസേഷൻ പ്രോസസ്. എന്താ ടാസ്ക് സ്പെഷ്യലൈസേഷൻ? അതായത് ഇൻ ആൻ ഓർഗനൈസേഷൻ നമുക്കറിയാം, ഒരു ബിസിനസ് സ്ഥാപനത്തില് ജോലി എന്ന് പറയുന്ന ഒരു കുന്നുകൂട്ടം ജോലി ഉണ്ടായിരിക്കും. ബട്ട് ഇറ്റ് ഷുഡ് ബി ഡിവൈഡഡ് ഇൻടു ഇൻഡിവിജ്വൽ ടാസ്ക്. ഒരു വലിയ ജോലിയെ പല ആളുകൾക്ക് അവരവരുടേതായ അവരുടെ എന്താ പറയാ അവരുടെ കേപ്പബിലിറ്റി കപ്പാസിറ്റി അനുസരിച്ച് അങ്ങനെ ഡിവൈഡ് ചെയ്ത് കൊടുക്കുക. ഒരു 3-4 ജോലിയുണ്ട്. ഇതൊരു പഠിപ്പിക്കുന്ന സ്ഥാപനമാണ്, ഇവിടെ പഠിപ്പിക്കണം, അതിന്റെ നോട്ടുകൾ പിറ്റേ ദിവസം കുട്ടികൾക്ക് അപ്ലോഡ് ചെയ്ത് കൊടുക്കണം, റെക്കോർഡ് ക്ലാസ്സസിന്റെ വീഡിയോസ്, ഡോക്ടേഴ്സിന്റെ ക്വസ്റ്റ്യൻസ് അതങ്ങനെ അപ്ലോഡ് ചെയ്ത് കൊടുക്കണം അല്ലെ. സ്റ്റുഡൻസ് നമുക്ക് കൂടുതൽ സ്റ്റുഡൻസിനെ നമുക്ക് ഇങ്ങോട്ട് അട്രാക്ട് ചെയ്യണം, അതിന് വേണ്ടിയിട്ട് PROs വേണം, ഇതൊക്കെ വേണം. അപ്പൊ എന്ത് ചെയ്യണം? കുറെ ആളുകൾക്ക് ഇങ്ങനെ ജോലി ഉണ്ട്, വേക്കൻസി ഉണ്ടെന്ന് പറഞ്ഞിട്ട് അവർക്ക് ജോലിക്ക് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്ത് വരുമ്പോ അവർ ഏതിലാണോ കേപ്പബിൾ ആയിട്ടുള്ളത് അവർക്ക് അസൈൻ ചെയ്ത് കൊടുക്കണം. അറിയാൻ പാടാത്ത ജോലി ഇപ്പൊ ഇവിടെ തൽക്കാലം ടീച്ചേഴ്സ് ഒക്കെ ഓൾറെഡി ഉണ്ട്. ഒരു ടീച്ചറിന്റെ എക്സ്പീരിയൻസ് മറ്റൊക്കെ ഉള്ള ഒരാളാണ് ജോലിക്ക് വേണ്ടി വന്നേക്കുന്നത്. അതില്ല. ഇപ്പൊ നിങ്ങൾ ഈ ജോലി ചെയ്യും, ആൾക്കറിയാൻ പാടില്ലാത്ത ജോലി ആൾക്ക് കൊടുത്ത കാര്യമുണ്ടോ? ഉണ്ടോ? ചില കാര്യങ്ങൾ നമുക്ക് പഠിച്ച് മനസ്സിലാക്കി എടുക്കാൻ പറ്റും. പക്ഷെ ഇഫ് ആ ആൾക്ക് അതിനുള്ള കോൺഫിഡൻസ് ഇല്ല, ആ ജോലി ചെയ്യാൻ കോൺഫിഡൻസ് ഇല്ല, അങ്ങനെയുള്ള ഒരാളുടെ തലയിലേക്ക് അത് അടിച്ചിരിച്ചു കൊടുക്കാൻ പറ്റുമോ? ഇല്ല. അപ്പൊ ടോട്ടൽ ജോബിനെ അത് എന്താ പറയാ നമ്മൾ സ്പെഷ്യലൈസ് ചെയ്ത് ഓരോരുത്തർക്കും ഇൻഡിവിജ്വൽ ടാസ്കുകളായിട്ട് ഡിവൈഡ് ചെയ്ത് അസൈൻ ചെയ്ത് കൊടുക്കുക. അതെയാണ് നമ്മൾ ടാസ്ക് സ്പെഷ്യലൈസേഷൻ. സ്പെഷ്യലൈസ് ചെയ്ത് കൊടുക്കുക. ഇന്ന ആൾക്ക് ഇന്ന ജോലി, അവന് അതാണ് ചെയ്യാൻ, അവന്റെ ക്വാളിഫിക്കേഷനും അവന്റെ എന്താ പറയാ കേപ്പബിലിറ്റിയും അതുപോലെ തന്നെ അവന്റെ എക്സ്പീരിയൻസും ഒക്കെ അതിലാണ്. അതുകൊണ്ട് ഹി വിൽ ഡു ഇറ്റ് ബെറ്റർ, അവനത് നന്നായി ചെയ്യുമെന്ന് പറഞ്ഞാൽ അതങ്ങ് കൊടുക്കുക. അങ്ങനെ അർഹിക്കുന്നവർക്ക് അവരുടേതായ വിലയിലുള്ള ജോലി പ്രൊവൈഡ് ചെയ്യുക. അതാണ് ടാസ്ക് സ്പെഷ്യലൈസേഷൻ പ്രോസസ്. അല്ലെങ്കിൽ കൺസിസ്റ്റ് എ ഡിവിഷൻ ഓഫ് ടോട്ടൽ ടാസ്ക് ഇൻടു ഇൻഡിവിജ്വൽ ജോബ്. ഇൻഡിവിജ്വൽ ആയിട്ട് അത് ഡിവൈഡ് ചെയ്ത് കൊടുക്കുക. അപ്പൊ ഡിവിഷൻ ഓഫ് ടോട്ടൽ ടാസ്ക് എന്നുള്ളത് ഓർത്താൽ മതി. ടാസ്ക് സ്പെഷ്യലൈസേഷനില് ഡിവിഷൻ ഓഫ് ടോട്ടൽ ടാസ്ക് ആ ഒരു ഫ്രേസ് ഓർത്താൽ മതി. ക്ലിയർ ആയോ? മൂന്നാമത്തെ പ്രോസസ് മനസ്സിലായോ? ലീഡർഷിപ്പ് പ്രോസസ് ഫസ്റ്റ് വൺ, സെക്കൻഡ് വൺ ജസ്റ്റിസ് ഡിറ്റർമിനേഷൻ പ്രോസസ്, തേർഡ് വൺ ടാസ്ക് സ്പെഷ്യലൈസേഷൻ പ്രോസസ്. നെക്സ്റ്റ് വൺ സ്റ്റാഫിംഗ് പ്രോസസ് ആണ്. സ്റ്റാഫിംഗ് ഈ നമ്മൾ എന്ത് ചെയ്യുന്നു? എന്താ പറയാ സ്റ്റാഫിംഗ് എന്ന് പറയുമ്പോൾ തന്നെ വേർഡ് കേൾക്കുമ്പോൾ തന്നെ ഓർത്തോളാം. എന്ത് ചെയ്യാം? മാൻ പവറിനെ കൊണ്ടത് ജോലി ഇങ്ങനെ കൊടുക്കുക. പക്ഷെ അത് കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് they have to plan മാൻ പവർ എത്ര പേര് വേണം, എത്ര വേക്കൻസീസ് ഉണ്ട്, ആ മാൻ പവറിനെ കുറിച്ചിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ പ്ലാൻ ചെയ്യണം. അത് മാത്രമല്ല, പ്ലാൻ ചെയ്യുമ്പോൾ എവിടെ നിന്ന് ഫ്രം വേർ വി ക്യാൻ റിക്രൂട്ട് എംപ്ലോയീസിനെ നമുക്ക് റിക്രൂട്ട് ചെയ്യാനുള്ള സോഴ്സസ് എവിടെ നിന്നൊക്കെയാണ് നമുക്ക് എംപ്ലോയീസിനെ കിട്ടുക, അതിനെ കുറിച്ച് പ്ലാനിങ് വേണം. അസസ്മെന്റ് ഓഫ് ആപ്ലിക്കൻസ്, പിന്നെ അപ്പൊ അങ്ങനെ നമ്മൾ നോക്കി ഒരുപാട് ആപ്ലിക്കേഷൻസ് വന്നു. ആ ആപ്ലിക്കന്റുകളിൽ നിന്ന് വീണ്ടും നമ്മൾ അസസ്മെന്റ് നടത്തണം. 10 വേക്കൻസി ഉണ്ടെന്ന് പറയുമ്പോൾ ചിലപ്പോൾ ഒരു 1000 ആപ്ലിക്കേഷൻ വരും. അങ്ങനെയല്ലേ അല്ലേ നമ്മള് ഇപ്പൊ ആലോചിച്ച് നോക്കിയാൽ നിങ്ങള് ഒരു കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞു, ഒരു ബിസിനസ് സ്ഥാപനത്തിൽ എവിടെയെങ്കിലും ഒക്കെ നല്ല ബിസിനസ് വെൽ സെറ്റിൽഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ വെൽ ഗുഡ്വില്ലുള്ള നല്ല ഗുഡ്വില്ലൊക്കെ ഉള്ള ബിസിനസ് ഫേംസിലൊക്കെ ജോലി ചെയ്യാൻ കിട്ടുന്ന അവസരങ്ങൾ എല്ലാവരും മാക്സിമം ഉപയോഗിക്കും. ഒരു സ്ഥലത്ത് ഒരു നല്ല വെൽ ഇതായിട്ടുള്ള ഒരു എന്താ പറയാ ഓർഗനൈസേഷനിൽ ഇത്ര വേക്കൻസി ഉണ്ടെന്ന് അറിയുമ്പോൾ എല്ലാവരും ഒരുപാട് അൺഎംപ്ലോയിഡ് ആയിട്ടുള്ള കാൻഡിഡേറ്റ്സ് നമ്മുടെ പുറത്തൊക്കെ ഉണ്ട്, അല്ല അൺഎംപ്ലോയിഡ് ആയിട്ടുള്ള ആളുകൾ. അപ്പൊ അങ്ങനെയുള്ള ആളുകൾ ഇതിന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യും. 10 വേക്കൻസിക്ക് ചിലപ്പോൾ ഒരു 1000 എന്താ പറയാ ആപ്ലിക്കേഷൻ ഒക്കെ വരും. അതിൽ നിന്ന് നമ്മൾ എല്ലാവർക്കും ജോലി കൊടുക്കാൻ പറ്റും. ആകെ 10 വേക്കൻസിയിലേ ഉള്ളൂ. അപ്പൊ അതിൽ നമുക്ക് അസസ് ചെയ്തെടുക്കാം നല്ല ആപ്ലിക്കൻസിനെ, അവരുടെ റെസ്യൂമെ ഒക്കെ നോക്കി, അതിൽ നിന്ന് ക്വാളിഫിക്കേഷൻ ഒക്കെ നോക്കി, എക്സ്പീരിയൻസ് വേണമെങ്കിൽ ആ പറഞ്ഞ എക്സ്പീരിയൻസിന് ഇവർ അർഹരാണോ എന്ന് നോക്കി, അങ്ങനെയൊക്കെ നോക്കിയിട്ടാണ്. അപ്പൊ അതുകൊണ്ടാണ് അസസ്മെന്റ് ഓഫ് എന്താ പറയാ ആപ്ലിക്കൻസ് എന്ന് പറഞ്ഞിരിക്കുന്നത്. പിന്നെ അതിനെ കുറിച്ച് പിന്നെ അവരെ ജോലി കൊടുക്കുമ്പോൾ എന്തൊക്കെ ജോലിയാ കൊടുക്കേണ്ടത്, എംപ്ലോയ്മെന്റ് ഡിസിഷൻസ് അത് വേണം. പിന്നെ ഇൻഡക്ഷൻ ആൻഡ് ഓറിയന്റേഷൻ, അവരെ ജോലിക്ക് അവരെ പ്രവേശിപ്പിച്ച് അവരുടെ ജോലികൾ അസൈൻ ചെയ്ത് അതിന്റെ അറേഞ്ച്മെന്റുകൾ നടത്തണം. ഓറിയന്റേഷൻ. പിന്നെ ട്രാൻസ്ഫർ, അവരുടെ എന്തെങ്കിലും തരത്തിലുള്ള ട്രാൻസ്ഫറുകളൊക്കെ വേറെ സ്ഥലത്തേക്കോ അല്ലെങ്കിൽ വിതിൻ ദ ഓർഗനൈസേഷൻ അങ്ങോട്ട് കൊണ്ടൊക്കെ ട്രാൻസ്ഫർ ചെയ്യാനോ ഒക്കെ ഉണ്ടെങ്കിൽ അതിനെ കുറിച്ചുള്ള കാര്യങ്ങൾ. പ്രൊമോഷൻ, പിന്നെ ഡിമോഷൻ, പ്രൊമോഷന്റെ ഓപ്പോസിറ്റാണല്ലോ ഡിമോഷൻ.
ഇങ്ങനെ എംപ്ലോയീസിനെ സംബന്ധിക്കുന്ന സർവ്വ കാര്യങ്ങളും പ്ലാൻ ചെയ്യുക. അതിനെയാണ് സ്റ്റാഫിംഗ് പ്രോസസ്. അത്രേ ഉള്ളൂ. മനസ്സിലായി? എംപ്ലോയീസിന്റെ A to Z കാര്യം, അതായത് റിക്രൂട്ട്മെന്റിന് തുടക്കം മുതൽ റിക്രൂട്ട്മെന്റ് എവിടെ നിന്ന് നടത്തണമെന്ന് തുടങ്ങി ഒരു ഓർഗനൈസേഷനിൽ നിന്ന് എംപ്ലോയീസ് പിരിഞ്ഞു പോകുന്നത് വരെയുള്ള സകലമായ കാര്യങ്ങളും പ്ലാൻ ചെയ്യുക. അതിനെയാണ് എന്ത് വിളിക്കുക? സ്റ്റാഫിംഗ് പ്രോസസ്. ഇൻവോൾവ്സ് manpower planning, developing sources of recruitment, assessment of applicants, employment decision, induction and orientation, transfers, promotion and demotion. Clear ആയോ staffing? അത് പഠിക്കാൻ എളുപ്പമാണ്, കാരണം അതിനകത്ത് കുറെ ഇപ്പോഴുള്ള വാക്കുകൾ വന്നിട്ട്. അപ്പൊ അതുകൊണ്ട് ആ വേർഡ്സിൽ ഏതെങ്കിലുമൊക്കെ നിങ്ങളൊന്ന് കൂടുതൽ സ്ട്രെസ് ചെയ്ത് ജോയിൻ ചെയ്ത് പഠിച്ചാൽ മതി. പ്രൊമോഷൻ, ഡിമോഷൻ ഒക്കെ അപ്പൊ നോക്കിയാൽ മതി. മാൻ പവർ പ്ലാനിങ്, അതാണ് സ്റ്റാഫിംഗിൽ വരിക. ക്ലിയർ ആയോ? മനസ്സിലായല്ലോ? ഓക്കെ. നെക്സ്റ്റ് വൺ പെർഫോമൻസ് അപ്രൈസൽ പ്രോസസ് ആണ്. പെർഫോമൻസ് അപ്രൈസൽ. വാട്ട് ഡു യു മീൻ ബൈ പെർഫോമൻസ് അപ്രൈസൽ? ഇവാലുവേഷൻ ഓഫ് ദ പെർഫോമൻസ് ഓഫ് എംപ്ലോയീസ് വർക്ക്. എംപ്ലോയീസ് ചെയ്യുന്ന ജോലിനെ വിലയിരുത്തുക, അവരുടെ പെർഫോമൻസ് വിലയിരുത്തുക, അത് തന്നെയാണ്. അത്രേ ഉള്ളൂ. ഇവാലുവേഷൻ ഓഫ് ദ വർക്ക്, എംപ്ലോയീസ് വർക്ക് ആണ് കേട്ടോ. അവിടെ നോട്ടില് എംപ്ലോയേഴ്സ് വർക്ക് എന്നാണ് കിടക്കുന്നത്. എന്റെ നോട്ടില് പ്രസന്റ് ചെയ്തിരിക്കുന്നത് എംപ്ലോയർ അല്ല, എംപ്ലോയീസ് വർക്ക് എന്നാണ്. ഡബിൾ ഇ അപ്പോസ്ട്രോഫിയസ് ആണ്. നിങ്ങളുടെ കുട്ടികൾ കറക്റ്റ് ചെയ്തിട്ടുണ്ടാവണം. കറക്റ്റ് ചെയ്ത് ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇത് വന്നിട്ടുണ്ടാവും. ഒന്ന് നോക്കിയേ, അവിടെ ഒരു മിസ്റ്റേക്ക് ഉണ്ട്. അപ്പൊ ഒന്ന് കറക്റ്റ് ചെയ്യണം. എംപ്ലോയീസ് വർക്ക് ആണ്. എംപ്ലോയർ അല്ല, എംപ്ലോയിയുടെ ജോലിയെ അസസ് ചെയ്യുക, ഇവാലുവേറ്റ് ചെയ്യുക. എന്നിട്ട് കൊടുക്കുന്ന ജോലികളൊക്കെ എംപ്ലോയീസ് വളരെ കൃത്യതയോടെ സമയത്തിന്, അതും നല്ല ഫ്രൂട്ട്ഫുൾ ആയിട്ട്, എന്ന് വെച്ചാൽ നല്ല റിസൾട്ട് കിട്ടുന്ന ഒരു, ഇപ്പൊ ടീച്ചർ എന്ന് പറയുമ്പോ എങ്ങനെ വേണമെങ്കിലും ആകാം അല്ലെ, എന്തെങ്കിലുമൊക്കെ പഠിപ്പിച്ച് അങ്ങനെ ഇറങ്ങി പോകാം. പക്ഷെ അത് ഏത് രീതിയിലാണ് നല്ല റിസൾട്ട് കിട്ടുന്ന രീതിയിലുള്ള ടീച്ചിങ് ആണോ ടീച്ചറുടേത്, അതാണ്. അപ്പൊ അതൊക്കെ ഇവാലുവേറ്റ് ചെയ്യുക. വളരെ പെർഫെക്റ്റ് ആയിട്ട് ചെയ്യുന്ന ആളുകളാണോ, അതല്ല അവറേജ് തിരക്കില്ല. നമ്മൾ ചിലപ്പോഴൊക്കെ അങ്ങനത്തെ വേർഡുകൾ ഉപയോഗിക്കാറുണ്ട്. എങ്ങനെയുണ്ടായിരുന്നു ചില കാര്യങ്ങളെ കുറിച്ച് നമ്മളൊരു ഫീഡ്ബാക്ക് ചോദിക്കും, എങ്ങനെയുണ്ടായിരുന്നു, പറയാം. ചിലപ്പോഴൊക്കെ നമ്മൾ പറയും, ഓ സൂപ്പർ ആയിരുന്നു, അടിപൊളിയായിരുന്നു അല്ലെ, ഇങ്ങനെയൊക്കെ പറയില്ലേ. അതൊക്കെ തന്നെ ഇവിടെയും ഓർഗനൈസേഷനിൽ എംപ്ലോയീസ് ആർ വർക്കിംഗ്, their performance have to be evaluated. ഇടയ്ക്കിടയ്ക്ക് അവരുടെ പെർഫോമൻസ് ഇവാലുവേറ്റ് ചെയ്യണം. അപ്പൊ ഇതിൽ നിന്ന് നമുക്ക് കുഴപ്പമുണ്ടോ, സൂപ്പർ ആണോ, അല്ലെങ്കിൽ വളരെ എക്സ്ട്രാ ഓർഡിനറി ആണോ, ഔട്ട്സ്റ്റാൻഡിംഗ് ആണോ, അല്ലെങ്കിൽ ഒരു ഉപകാരമില്ല, ആ ഒരു എംപ്ലോയിനെ നമ്മൾ അവിടെ നിന്ന് മാറ്റിയാലും there will be no difference in the performance or job. തന്നിരിക്കുന്ന ജോലിയിൽ നിന്ന് ഒരാളെ അവിടെ നിന്ന് മാറ്റിയാലും ഒരു വ്യത്യാസവും വരാൻ പോണില്ല. പിന്നെ വെറുതെ ഇതിന് ശമ്പളം കൊടുക്കണം അല്ലെ. അപ്പൊ അതുകൊണ്ട് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വിലയിരുത്തണമെങ്കിൽ എംപ്ലോയീസിന്റെ പെർഫോമൻസ് ഇവാലുവേറ്റ് ചെയ്യണം. എംപ്ലോയീസ് തന്നെയാണ്. സോ ആ എംപ്ലോയീസിന്റെ പെർഫോമൻസ് അതനുസരിച്ചിട്ട് എന്ത് ചെയ്യാം, they can understand അല്ലെങ്കിൽ they can also make some decisions regarding their promotion, pay raises, transfer, training. അപ്പൊ ഇങ്ങനെയുള്ള പ്രൈസലുകൾ നടത്തിയാൽ മാത്രമാണ് നല്ല പെർഫോമൻസ് ഒക്കെ കാഴ്ചവെക്കുന്നവർക്ക് ചിലപ്പോ എന്ത് ചെയ്യും, പ്രൊമോഷൻ കൊടുക്കുമോ, സൂപ്പറായിട്ട് അത് ചെയ്തു. അപ്പൊ ആൾക്ക് അതിന് അർഹതയുണ്ട്, ഇയാൾ ഈ ജോലിയല്ല ചെയ്യുന്നത്, കുറച്ചും കൂടി എന്താ പറയാ സ്റ്റാറ്റസ് കൂടിയ, കുറച്ചും കൂടി റെസ്പോൺസിബിലിറ്റി കൂടിയ, കുറച്ചും കൂടി സാലറി കൂടിയ ജോബിലേക്ക് ഇയാളെ മാറ്റാം, പ്രൊമോഷൻ കൊടുക്കാം. ചിലരെ എന്ത് ചെയ്യും, ഡിമോട്ടും ചെയ്യും. എന്ന് വെച്ചാൽ എന്താ, ഒരു കാര്യമില്ല, നമ്മൾ ഉദ്ദേശിച്ച ഒരു രീതിയിലേക്ക് അടുത്ത് പോലെ എത്തുന്നില്ല. അപ്പൊ ഉഴപ്പ് കാണിക്കുന്നു. അപ്പൊ എന്ത് ചെയ്യും, ഒരു പണിഷ്മെന്റ് പോലെ. അപ്പൊ എന്ത് ചെയ്യുന്ന ആളെ താഴെ തട്ടിലേക്ക് തള്ളിയിടും. ഓക്കെ, നേരത്തെ ചിലപ്പോ ജോലി ചെയ്തത് ക്ലർക്കിന്റെ പോസ്റ്റിലാണ്, പറ്റൂല, ആളത് തന്നെ മര്യാദയ്ക്ക് ചെയ്തില്ല, അത് തന്നെ റെസ്പോൺസിബിൾ ആയിട്ട് ചെയ്തില്ല, അവിടെ ഉഴപ്പ് നേരത്തിന് വരുന്നില്ല, ആളെ തട്ടി നമ്മൾ എന്ത് ചെയ്യുന്നു, പിഒൺ പോസ്റ്റിലേക്ക് ഇടുന്നു. അങ്ങനെയുള്ളൂ. അതാണ് ഡിമോഷൻ എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ ഈ അപ്രൈസൽ കൊണ്ടാണ് ഇതൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. എംപ്ലോയീസ് അല്ലാണ്ട് ഇങ്ങനെ മുഖത്ത് നോക്കിയിട്ട് ഇവന് പ്രൊമോഷൻ കൊടുക്കണോ അങ്ങനെ പറയാൻ പറ്റുമോ? ഇല്ല. പെർഫോമൻസ് ഹാവ് ടു ബി അപ്രൈസൽ. എന്താ പറയുക, അവരുടെ പെർഫോമൻസ് ആണ് നമ്മൾ അസസ് ചെയ്യേണ്ടത്, ഇവാലുവേറ്റ് ചെയ്യേണ്ടത്. മനസ്സിലായോ? പെർഫോമൻസ് അപ്രൈസൽ പ്രോസസ് ക്ലിയർ ആയോ? നെക്സ്റ്റ് വൺ ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെന്റ് പ്രോസസ് ആണ്. ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെന്റ് പ്രോസസ് ആണ്. നമുക്കറിയാം, in order to increase or to correct the quality of work of the employees, such a procedure such as training and development have to be given. നമുക്കറിയാം, നമ്മളുടെ ഓർഗനൈസേഷനിൽ വർക്ക് ചെയ്യുന്ന എംപ്ലോയീസിന്റെ അവരുടെ ആ ജോലിയുടെ ക്വാളിറ്റി വർദ്ധിപ്പിക്കണമെങ്കിൽ ഇതിങ്ങനെയല്ല, ഇത് കുറച്ചുകൂടി നമുക്ക് നല്ല രീതിയിൽ ചെയ്യാം എന്ന് ആ ഒരു ക്വാളിറ്റിയോടുകൂടി അവരുടെ ജോലിയെ പുറത്തേക്ക് കൊണ്ടുവരണമെങ്കിൽ
അവർക്ക് ആവശ്യത്തിന് ട്രെയിനിങ് കൊടുക്കുക. ആ ട്രെയിനിങ്ങിലൂടെ they can make them developed. അങ്ങനെ ഇൻഡിവിജ്വൽ ആയിട്ടും അതുപോലെ തന്നെ ജോലിയുടെ കാര്യത്തിലും ആ എംപ്ലോയീസിനെ നമുക്ക് ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരാൻ പറ്റും. അതിന് ട്രെയിനിങ് തന്നെ കൊടുക്കണം. മനസ്സിലായി? അപ്പൊ ട്രെയിനിങ് കൊടുത്താൽ എന്ത് ചെയ്യാൻ പറ്റും? they can improve the work quality. ആ ജോലിയുടെ ആ ക്വാളിറ്റിയിലെ ഗുണം വർദ്ധിപ്പിക്കാൻ പറ്റും. ക്ലിയർ ആയോ? ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെന്റ് ക്വാളിറ്റി ഓഫ് വർക്ക് എന്ന് പറഞ്ഞാൽ മതി. ട്രെയിനിങ്ങിലൂടെയാണ് ഒരു ആളുടെ എംപ്ലോയീസിന്റെ ക്വാളിറ്റി ഓഫ് വർക്ക് ഇൻക്രീസ് ചെയ്യാൻ പറ്റുള്ളൂ. നെക്സ്റ്റ് വൺ കോമ്പൻസേഷൻ ആൻഡ് റിവാർഡ് പ്രോസസ്. ഇനിയും കൂടുതൽ എംപ്ലോയീസിനെ നമുക്ക് മോട്ടിവേറ്റ് ചെയ്യാൻ, അല്ലെങ്കിൽ അവർക്ക് കൂടുതൽ അവരുടെ ജോലിയിൽ ഇൻട്രസ്റ്റഡ് ആക്കാൻ we can use some mechanism. ഒരു യന്ത്രം പോലെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന, ഒരു അപ്ലൈ ചെയ്യാൻ പറ്റുന്ന മറ്റൊരു കാര്യമാണ് ഗിവിംഗ് or providing them financial or non financial rewards. അവർക്ക് എന്ത് ചെയ്യാം? സാമ്പത്തികമായിട്ടോ സാമ്പത്തികേതരമായിട്ടോ ഉള്ള റിവാർഡുകൾ പ്രൊവൈഡ് ചെയ്യാം. എന്താ? കാശായിട്ട് കൊടുക്കാം ചില പ്രതിഫലങ്ങൾ, അല്ലെ? നല്ല രീതിയിൽ നമ്മൾ ഉദ്ദേശിക്കുന്നതിനേക്കാൾ അപ്പുറമുള്ള വർക്ക് പെർഫോമൻസ് ഒക്കെ പ്രൊവൈഡ് ചെയ്ത് എംപ്ലോയീസിനെ വീട്ടിൽ എന്താ പറയാ ഒരു എക്സ്ട്രാ ആളുടേതായ രീതിയിൽ നല്ല രീതിയിൽ നമ്മൾ ഉദ്ദേശിച്ചതിനേക്കാൾ അപ്പുറം ചെയ്തു. സോ ആൾക്ക് ഈ മാസം ശമ്പളത്തിനോട് കുറച്ചും കൂടി കൂട്ടി കൊടുക്കുന്നു. മനസ്സിലായ? ആ ഒരു എക്സ്ട്രാ ബോണസ് ആണ്. സാധാരണ കിട്ടുന്നതിൽ നിന്നും അഡീഷണൽ ആയിട്ട് കിട്ടുന്നതൊക്കെ ബോണസ് അല്ലേ? അപ്പൊ സാലറി ഇച്ചിരി നേരത്തെ ഉണ്ടായിരുന്നതിലും ഒരു ഇത്ര രൂപ ഞങ്ങൾ കൂട്ടി കൊടുക്കാം. ബിക്കോസ് ആള് അത് നന്നായിട്ട് പെർഫെക്റ്റ് ആയിട്ട് ചെയ്തു. അത് പെർഫോമൻസ് അപ്രൈസലിലൂടെയാണ് ഇതൊക്കെ മനസ്സിലാക്കുക. അങ്ങനെയുള്ള ഫിനാൻഷ്യൽ റിവാർഡുകൾ കൊടുക്കാം. ഓൾസോ നോൺ ഫിനാൻഷ്യൽ റിവാർഡും കൊടുക്കാം. കാശായിട്ട് തന്നെ റിവാർഡ് കൊടുക്കാൻ നിർബന്ധമൊന്നുമില്ല. അത്രയുള്ള എംപ്ലോയീസിനെയൊക്കെ അങ്ങനെയുള്ളവരുണ്ടെങ്കിൽ ആ ഗ്രൂപ്പിനെ അല്ലെങ്കിൽ അങ്ങനെയുള്ള വ്യക്തികളുണ്ടെങ്കിൽ അവരെ മാറ്റി നിർത്തി ഒരു അപ്രീസിയേഷൻ, ഒരു ആദരവ് എന്ന് പറയാ, എല്ലാവരെയും നിർത്തിയിട്ട് കണ്ടോ ഈ ആള് നമ്മുടെ കമ്പനിക്ക് ഈ വർഷം അല്ലെങ്കിൽ ഈ മാസം ഇത്രയൊരു പ്രോഫിറ്റ് ഉണ്ടാക്കി തന്നു, ആളുടെ ഒരു പെർഫോമൻസ് വളരെ ബ്രില്യന്റ് ആണ്, അതാണ് ഇതാണെന്നൊക്കെ കുറച്ച് നല്ല വേർഡ്സ് പറയാം, അല്ലെ? ഒന്ന് അനുമോദിക്കാം. ഏതെങ്കിലും തരത്തിലുള്ള എന്തെങ്കിലും എന്താ പറയുക ഗിഫ്റ്റോ മറ്റോ ഒക്കെ പ്രൊവൈഡ് ചെയ്യാം. പൈസ നിർത്തില്ല. ഓക്കെ. സോ അങ്ങനെ എന്ത് ചെയ്യാം? എംപ്ലോയീസിനെ മോട്ടിവേറ്റഡ് ആക്കാം. കൂടുതൽ കോമ്പൻസേഷൻസും റിവാർഡ്സ് ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്നത്. അതാണ് കോമ്പൻസേഷൻ ആൻഡ് റിവാർഡ് പ്രോസസ്. അണ്ടർലൈൻ ചെയ്തേ. ക്ലിയർ ആയോ? അതുകൂടി ഉണ്ട്, അതുകൂടി പറയാം. And the next one and the last one. എട്ടാമത്തെ പേഴ്സണൽ മാനേജ്മെന്റ് പ്രോസസ്സിനകത്ത് വരുന്ന എട്ടാമത്തേതാണ് കളക്റ്റീവ് ബാർഗെയിനിങ് പ്രോസസ്. നമുക്കറിയാം there is a relationship between the employer and the employee, അല്ലെ? And also trade union. എംപ്ലോയറും എംപ്ലോയിയും ട്രേഡ് യൂണിയനും ഒക്കെ തമ്മിൽ നല്ലൊരു ബന്ധത്തിലായിരിക്കണം. പക്ഷെ ആ ബന്ധത്തിലുണ്ടാകുന്ന തകർച്ചയാണ് ചില കാര്യങ്ങളെ സംബന്ധിക്കുന്നതായിരിക്കാം. അത് റിഗാർഡിംഗ് their wages, benefits, വർക്കിംഗ് അവേഴ്സ്, വർക്കിംഗ് കണ്ടീഷൻസ്. നേരത്തെ ഞാൻ പറഞ്ഞു. അപ്പൊ അവർക്ക് അവരുടേതായ ചിലപ്പോൾ നേരത്തെ പറഞ്ഞിരുന്ന സാലറി കിട്ടുന്നില്ല, ഓഫർ ചെയ്ത സാലറി അല്ല തരുന്നത്, ഓഫർ ചെയ്ത വേജസ് അല്ല തരുന്നത്, ഇന്ന സൗകര്യം ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞിരുന്നു ജോലിക്ക് കയറുന്നതിന് മുമ്പ് റിക്രൂട്ട്മെന്റിന്റെ സമയത്ത്. പക്ഷെ അതൊന്നും നമുക്ക് ഇവിടെ കിട്ടുന്നില്ല. വർക്കിംഗ് കണ്ടീഷൻസ് ഒക്കെ വളരെ മോശമാണ്. നമുക്ക് ഒരു ഹൈജീനിക് ആയിട്ടുള്ള സ്ഥലത്ത് അല്ല നമ്മൾ ജോലി ചെയ്യുന്നത്. നമുക്ക് അതിൻ്റെതായ ബുദ്ധിമുട്ടുകൾ ഫേസ് ചെയ്യുന്നുണ്ട്, അല്ലെ? അല്ലെങ്കിൽ ഇത്രയും അവേഴ്സ് നമ്മളോട് പറഞ്ഞത് ഇത്ര സമയം മുതൽ ഇത്ര സമയം വരെയാണ് ജോലി എന്നാണ്. പക്ഷെ ജോലി കയറി കുറച്ച് മാസം കഴിഞ്ഞ് കഴിഞ്ഞപ്പോ പറയുന്നത് ഇതല്ല, ഇത്ര ടൈമാണ് നിങ്ങൾ കയറണം, ജോലിക്ക് ഇത്ര സമയത്തിന് ഇവിടെ നൽകാൻ പാടില്ല. അപ്പൊ വർക്കിംഗ് അവേഴ്സിൽ വരുന്ന വേരിയേഷൻ, ഇതിനെ സംബന്ധിച്ച് എംപ്ലോയീസിന്റെ ഇടയിൽ എന്തുണ്ടാകാം? പിറുതുരുത്തലുകൾ ഉണ്ടാകാം, വിലപേശലുകൾ ഉണ്ടാകാം. പരസ്പരം പറയുന്നു, അത് മാനേജ്മെന്റിനെ അറിയിക്കുന്നു, അല്ലെങ്കിൽ അവര് ട്രേഡ് യൂണിയൻ നേതാക്കൾ ഉണ്ടാവുമല്ലോ, എംപ്ലോയീസിന്റെ ഒരു ആളെ ഇങ്ങനെ ട്രേഡ് യൂണിയൻസ് ആയിട്ടൊക്കെ കുറച്ച് പേരെ തെരഞ്ഞെടുത്ത് അവരെ അറിയിക്കുന്നു. അവര് അത് എംപ്ലോയറിനെ അല്ലെങ്കിൽ മാനേജ്മെന്റിനെ അറിയിക്കുന്നു. അപ്പൊ അങ്ങനെ എല്ലാവർക്കും വേണ്ടിയിട്ട് ഉള്ള ഒരു ബാർഗെയിനിങ്, അതൊക്കെയാണ് നമ്മൾ കളക്റ്റീവ് ബാർഗെയിനിങ് എന്ന് ഉദ്ദേശിക്കുന്നത്. ക്ലിയർ? മനസ്സിലായോ? Yes, so these are the major personal management process. ഈ 8 personal management process ഉണ്ട്. ഏതൊക്കെയാണ് നമ്മൾ പറഞ്ഞത്? ഒന്നാമത്തെ ലീഡർഷിപ്പ് പ്രോസസ്, രണ്ടാമത്തേത് ജസ്റ്റിസ് ഡിറ്റർമിനേഷൻ പ്രോസസ്, മൂന്നാമത്തേത് ടാസ്ക് സ്പെഷ്യലൈസേഷൻ പ്രോസസ്, നാലാമത്തേത് സ്റ്റാഫിംഗ് പ്രോസസ്, നെക്സ്റ്റ് വൺ പെർഫോമൻസ് അപ്രൈസൽ പ്രോസസ്, ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെന്റ് പ്രോസസ്, കോമ്പൻസേഷൻ ആൻഡ് റിവാർഡ് പ്രോസസ്, ആൻഡ് ലാസ്റ്റ് വൺ കളക്റ്റീവ് ബാർഗെയിനിങ് പ്രോസസ്. പ്രോസസ്സും ഇമ്പോർട്ടന്റ് ആണ്. അണ്ടർലൈൻ ചെയ്തോ? ഓക്കെ. ആൻഡ് ദ നെക്സ്റ്റ് ഹെഡിങ് ആണ് അടുത്തത്. ജസ്റ്റ് ഒന്ന് പറഞ്ഞേക്കാൻ തുടങ്ങാം. പേഴ്സണൽ പോളിസിയാണ്. ഞാൻ നേരത്തെ പറഞ്ഞു, in every business organization there are some personal policies to be followed by the employees
for its smooth functioning. ഒരു ബിസിനസ് ഓർഗനൈസേഷനിൽ എല്ലാ എംപ്ലോയീസും പാലിക്കേണ്ടതായിട്ടുള്ള ചില തൊഴിൽ നിയമങ്ങൾ, തൊഴിൽ നയങ്ങളുണ്ട്. ആ തൊഴിൽ നയങ്ങൾ അതിനെയാണ് നമ്മൾ പേഴ്സണൽ പോളിസീസ് വിളിക്കുക. ആൻഡ് ദാറ്റ് തൊഴിൽ നയങ്ങൾ അല്ലെങ്കിൽ ആ പേഴ്സണൽ പോളിസീസ് ഹാവ് ടു ബി എസ്റ്റാബ്ലിഷ്ഡ് ആസ് എ ഗൈഡ് ലൈൻ ടു ദ എംപ്ലോയീസ്. എംപ്ലോയീസിന് ആ ബിസിനസ് ഓർഗനൈസേഷനിൽ ജോലി ചെയ്യുമ്പോൾ ആ ബിസിനസിന്റേതായ ലക്ഷ്യങ്ങൾ നേടിയെടുക്കാൻ വേണ്ടിയിട്ട് ഈ പറയുന്ന പേഴ്സണൽ പോളിസീസ് ഒരു ഗൈഡ് ലൈൻ ആയിട്ട് അവർക്കത് ഉപയോഗിക്കാം. അത് നേരത്തെ കൂട്ടി എന്ത് ചെയ്യും, പ്ലാൻ ചെയ്ത് വെക്കും. പ്രീ പ്ലാൻഡ് കോഴ്സ് ഓഫ് ആക്ഷൻ ആണ് എന്നുവെച്ചാൽ എന്താ, എന്തൊക്കെയാണ് എംപ്ലോയീസ് നമ്മുടെ ഓർഗനൈസേഷനിൽ പാലിക്കേണ്ടതായിട്ടുള്ള നയങ്ങൾ, അത് നേരത്തെ കൂട്ടി ഓർഗനൈസേഷൻ പ്ലാൻ ചെയ്ത് ഒരു എന്താ പറയാ ലിസ്റ്റ് ആക്കി വെച്ചിട്ടുണ്ടായിരിക്കും. ഇന്ന സമയത്ത് ഇത്ര സമയം മുതൽ ഇത്ര സമയം വരെയാണ് എംപ്ലോയീസിന്റെ ഡ്യൂട്ടീസ്, ഇന്ന സമയത്ത് ലഞ്ച് ബ്രേക്ക്, അങ്ങനെ ഒരുപാട് നിയമങ്ങളുണ്ട്. ഈ ഓർഗനൈസേഷനിൽ ജോലി ചെയ്യുന്നതിന്റെ ഇടയ്ക്ക് മറ്റൊരു ഓർഗനൈസേഷനിലെ ഒരു ജോലിക്കാരൻ പാർട്ട് ടൈം ആയിട്ടൊന്നും ചെയ്യാൻ പാടില്ല, ഒരുപാടുണ്ടായിരിക്കും അങ്ങനത്തെ. ഓക്കെ, അപ്പൊ അത്തരം നയങ്ങൾ നമ്മൾ ഓർഗനൈസേഷനിൽ ജോലിക്ക് വരുമ്പോ അവിടെ ജോലിക്കായി കയറുന്നുണ്ടെങ്കിൽ അത് പാലിക്കാൻ നമ്മൾ ഓരോരുത്തരും കടപ്പെട്ടവരാണ്. അതിങ്ങനെ എടുത്തെടുത്ത് പറയണമെന്നില്ല, സ്ട്രിക്ട്ലി ഫോളോഡ്, സ്ട്രിക്റ്റ് ആയിട്ട് നമ്മൾ ഫോളോ ചെയ്യേണ്ടതാണ് ഈച്ച് ആൻഡ് എവറി ഓർഗനൈസേഷൻ നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ. ഇപ്പൊ ഇവിടെ സ്മാർട്ട് റേഡിയോ കൺസൾട്ടൻസിയിൽ പേഴ്സണൽ പോളിസി നമുക്കുണ്ട്, അങ്ങനത്തേതായ ചില നിയമങ്ങൾ. ആ നയങ്ങൾ നമ്മൾ ഫോളോ ചെയ്തേ മതിയാകൂ. അത് പാലിച്ചിട്ടാണ്. ഞാനിതൊന്നും പാലിക്കുന്നില്ല, എന്റെ ജോലി ചെയ്യാൻ വേണ്ടി മാത്രമാണ് ഞാനിവിടെ വരുന്നതെന്ന് പറയാൻ പറ്റില്ല. അത് ഏത് ബിസിനസ് ഓർഗനൈസേഷനിൽ വരിക, അവിടെ നമ്മളൊരു കോൺട്രാക്ട് ആണ്, എംപ്ലോയിയും എംപ്ലോയറും തമ്മിൽ ഒരു അഗ്രിമെന്റ് ആണ്. നമ്മളിവിടെ ഓർഗനൈസേഷനിൽ ജോലി ചെയ്യുന്നുണ്ടെങ്കിൽ ഈ പേഴ്സണൽ പോളിസീസ് എല്ലാം ഫോളോ ചെയ്യാൻ ഞാൻ ബാധ്യസ്ഥനാണ്, അല്ലെങ്കിൽ അതിനെനിക്ക് എന്തുണ്ട്, എനിക്ക് എന്താ പറയാ കടമയുണ്ട്. ആ കടമ നിർവഹിക്കാൻ ഓരോ എംപ്ലോയീസും നിർബന്ധിതരാണ്. അപ്പൊ അതുകൊണ്ട് അങ്ങനെ വേണ്ടിയിട്ട് ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഒരു കോഴ്സ് ഓഫ് ആക്ഷൻസ്, നമ്മൾ ഫോളോ ചെയ്യേണ്ട, നമ്മൾ ആക്ട് ചെയ്യേണ്ടതായിട്ടുള്ള ചില കാര്യങ്ങൾ പ്രീ പ്ലാൻഡ് ആയിട്ട് തയ്യാറാക്കി വെച്ചിരിക്കുന്നു. അതൊരു ഗൈഡ് ആയിട്ട് നമുക്ക് ഉപയോഗിക്കാം. നമുക്ക് എവിടെയെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ അതൊക്കെ നോക്കി നമുക്ക് എന്ത് ചെയ്യാം, പാലിക്കാം. അപ്പൊ അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കാം, പേഴ്സണൽ പോളിസീസ് വിളിക്കാം. ക്ലിയർ ആയോ? ഫസ്റ്റ് സെന്റൻസ് ഒറ്റ സെന്റൻസ് പറഞ്ഞിട്ടുള്ളൂ, ഇവിടെ വരെ അത് ക്ലിയർ ആയി നോക്കിയേ. A personal policy is a pre-planned course of action that establishes as a guide to work towards the outcome, acceptable outcome or result or objectives. ബിസിനസ് ഓർഗനൈസേഷന്റെ നമ്മൾ ഉദ്ദേശിക്കുന്ന നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള ഒബ്ജക്റ്റീവ്സ് നേടിയെടുക്കാൻ വേണ്ടിയിട്ട് എന്താ പറയാ കുറെ കാര്യങ്ങൾ എഴുതി തയ്യാറാക്കി മുൻകൂട്ടി പ്ലാൻ ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു ഗൈഡ് ആയിട്ട് വർത്തിക്കുന്ന ഒന്നാണ് പേഴ്സണൽ പോളിസി എന്നാണ് പറയുന്നത്. പേഴ്സണൽ പോളിസി എന്ന് പറയുന്നത് റൂൾസ് ദാറ്റ് കൺട്രോൾസ് ഹൗ ടു ഡീൽ വിത്ത് ഹ്യൂമൻ റിസോഴ്സസ്. അതായത് നമുക്ക് എങ്ങനെയാ എംപ്ലോയീസുമായിട്ട് ഡീൽ ചെയ്യാൻ പറ്റുക, അതിന് വേണ്ടിയിട്ടുള്ള കുറെ നിയമങ്ങൾ. എംപ്ലോയീസിൽ പല കാര്യങ്ങളും വരും, ഇടയിൽ ജോലി ചെയ്യുന്നതിന്റെ ഇടയിൽ പലതും എംപ്ലോയീസിന്റെ ഭാഗത്തു നിന്നുണ്ടാകും. അന്നേരം അത്തരം സന്ദർഭങ്ങളിൽ ഏത് നിയമമാണ് നമ്മൾ ഫോളോ ചെയ്യേണ്ടത്, അത്തരം റൂൾസ് ഒക്കെ ഈ പറഞ്ഞ പേഴ്സണൽ പോളിസീസിൽ ഇൻക്ലൂഡ് ആണ്. ക്ലിയർ ആയോ? അടുത്ത സെന്റൻസ് കൂടി. Personal policies are the rules that controls how to deal with human resources or personal means ജോലിക്കാരൻ related to situation. പല സാഹചര്യങ്ങളിലും എംപ്ലോയീസുമായിട്ട് ഏതെങ്കിലും രീതിയിൽ ഇടപെടേണ്ടി വരുമ്പോൾ അവിടെ നമുക്ക് സ്വീകരിക്കാവുന്ന ചില നിയമങ്ങളെയാണ് പേഴ്സണൽ പോളിസീസ് എന്ന് വിളിക്കുക. ക്ലിയർ ആയോ? മനസ്സിലായോ? ഇവിടെ വരെ പേഴ്സണൽ പോളിസി എന്ന് പറയുന്ന അടുത്ത ഹെഡിങ് നമ്മൾ തുടങ്ങി, അവിടെ നിൽക്കട്ടെ. അടുത്തത് നമ്മൾ എന്തിനാണ് പേഴ്സണൽ പോളിസീസ് ഒരു ബിസിനസ് ഓർഗനൈസേഷൻ നേരത്തെ കുട്ടികളെ പ്രീ പ്ലാൻ ചെയ്ത് വെക്കുന്നത്? അതിന് രണ്ട് പ്രധാനപ്പെട്ട കാരണങ്ങളുണ്ട്. അതുകൊണ്ട് കാരണങ്ങളിലേക്ക് നമുക്ക് അടുത്ത. ഓക്കെ, സോ ഇതുവരെ നന്നായിട്ട് വായിച്ച് പഠിച്ചിട്ട് വരാം. വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ലാലോ? ഉണ്ടോ? എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ പറയണം നിങ്ങൾ. ഉണ്ടോ? യെസ്. ഓക്കെ, സോ താങ്ക് യു. See you next week.